أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 7 ദിവസം നാം നടത്താൻ ഉദ്ദേശിച്ച വഅദ് പരിപാടി 2 ദിവസം നേരത്തെ നടന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ 5 ദിവസം കൂടി നമ്മുടെ പരിപാടി അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഉണ്ടാകും എന്ന് അറിയിക്കുന്നു. നാം നേരത്തെ ആദ്യത്തെ ദിവസം തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന സൂറത്തുൽ മുഅ്മിനൂനയിലെ ആദ്യത്തെ ആയത്ത് വിവരിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിൻ ആരാണ്, യഥാർത്ഥ വിശ്വാസി ആരാണ് എന്നതിനെ സംബന്ധിച്ച് അവരുടെ ലക്ഷണങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൽ അന്ന് നാം ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനം ഭൂമിലോകത്ത് നടപ്പാക്കും എന്നതും ആ തീരുമാനത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നവർ ആയിരിക്കണം എന്നതും നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയങ്ങൾ വരുമ്പോഴും അല്ലാഹുവിന്റെ തീരുമാനം മറികടക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല എന്നും അല്ലാഹുവിന്റെ തീരുമാനത്തിന്റെ മുന്നിൽ സംതൃപ്തിയോടുകൂടി മനക്കരുത്തോടുകൂടി ഏത് വിഷയങ്ങളെയും സമീപിക്കാനും നമുക്ക് സാധിക്കും.
അതൊരു മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമാണ്. അല്ലാഹു അവന്റെ ഹൃദയത്തിൽ ഏത് സമയത്തും ഏത് വിഷയത്തിലും നിറഞ്ഞു നിൽക്കുന്ന നാമമാണ് അല്ലാഹ് എന്നത്. ഏത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ പേര് ചൊരിച്ചുകൊണ്ട് അവൻ തുടങ്ങുന്നു. ഏത് സന്തോഷം കൈവന്നാലും അത് എന്റെ പവറാണെന്നോ എന്റെ കഴിവാണെന്നോ പറയാതെ ചിന്തിക്കാതെ അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്ന് അവൻ നന്ദിയുടെ വാക്ക് പ്രഖ്യാപിക്കും. അവൻ ഏത് മുസീബത്തുകൾ സംഭവിച്ചാലും അതിന്റെ പേരിൽ പൊറുതികേട് കാണിക്കാതെ ഭീരുവാകാതെ അവൻ സ്വയം മറന്നുപോകാതെ അവൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവന്റെ തീരുമാനം അവൻ നടപ്പാക്കുമെന്നതിൽ സംശയം ഇല്ല. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാം അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് ഏത് വിഷയങ്ങൾക്കും വിഷമങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് ഇവിടെയുള്ള നഷ്ടങ്ങളെല്ലാം ഒരു നിലയ്ക്ക് ലാഭങ്ങളാണ് എന്ന് വിശ്വസിച്ച് അവൻ പ്രഖ്യാപിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എവിടെയും അല്ലാഹു അല്ലാഹ് എന്ന ചിന്തയാണ്. എന്നാൽ ആ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിൽ മാത്രം ലയിക്കുകയും അല്ലാഹുവിൽ മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് അവൻ നിസ്കരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ നിസ്കാരത്തെ സംബന്ധിച്ച് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരം എന്ന് പറയുന്നത്. അല്ലാഹുമായി ഏറ്റവും കൂടുതൽ അടുത്തുകൊണ്ട് അല്ലാഹുമായി സംഭാഷണം നടത്തുന്ന സമയമാണ് നിസ്കാരം. അതിനാൽ ആ നിസ്കാര സമയം പരിപൂർണമായ ഭക്തിയോടുകൂടി ആയിരിക്കണം നിസ്കരിക്കുന്ന മനുഷ്യൻ നിസ്കരിക്കുന്നത്. ഇതാണ് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. നിസ്കാരത്തിൽ ഭക്തി എന്നത് നാം അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ബാക്കി ചില ഭാഗങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഭക്തി എന്ന് പറയുന്നത് മാനസികമായും ശാരീരികമായും ഭക്തി വേണം. ശാരീരികമായ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? അല്ലാഹുവിന്റെ മുന്നിൽ ഒരല്പസമയം നാം അല്ലാഹുമായി സംഭാഷണം നടത്താനും അവന് വണക്കം കാണിക്കാനും വേണ്ടി നിൽക്കുകയും ഇരിക്കുകയും കുനിയുകയും നീരുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് നിശ്ചയിക്കപ്പെട്ട ചലനങ്ങൾ അല്ലാത്ത വേറൊരു ചലനവും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. വേറെ ചലനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനർത്ഥം ശരീരം ഭക്തിപൂർവം സമർപ്പിച്ചിട്ടില്ല എന്നാണ്. നിങ്ങൾ നോക്കൂ, ഒരു വോളിബോൾ കളിക്കുന്ന കളിക്കാരൻ, ആ കളിക്കുന്ന കളിക്കാരൻ കളിക്കുന്നതിനിടയിൽ കളിക്ക് വേണ്ടിയുള്ള തുള്ളലും ചാട്ടവും ഒക്കെ അവന് അനുവദനീയമാണെങ്കിലും ഗ്രൗണ്ടിൽ നിന്ന് അവൻ പുറത്തേക്ക് അവന്റെ കാല് പെട്ടുപോയാൽ അതോടുകൂടി ഫൗളായി പോയി. ഇതുപോലെ ആ കളിക്കുന്ന കളിക്കാരൻ അവൻ ബോൾ തട്ടുന്ന സമയത്ത് നെറ്റ് തൊട്ടുപോയാൽ അവന് ഫൗളായി പോയി. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിസ്കാരമല്ല, ഇത് ഭക്തി പ്രകടനമല്ല, ഇതൊരു കാര്യമല്ല, ഇതൊരു കളിയാണ്. ആ കളിക്ക് പോലും നിബന്ധനകളാണ്, വ്യവസ്ഥകളാണ്. ആ വ്യവസ്ഥക്കപ്പുറം തൊട്ടുപോയാൽ, ചലിച്ചു പോയാൽ, നീങ്ങിപ്പോയാൽ കളി ബാത്തിലായി പോയി.
എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എല്ലാ കളിയും എല്ലാ മോശമായ കാര്യങ്ങളും മുഴുവനും പൊറുപ്പിക്കുന്ന, അല്ലാഹുമായി മനുഷ്യരെ ഏറ്റവും അടുക്കുന്ന ഘട്ടമാണ് നിസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ആ നിസ്കരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ചലനം എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട്, എത്ര പരിഗണിക്കേണ്ടതുണ്ടെന്ന് ബുദ്ധിയുള്ള മനുഷ്യനോട് പറയേണ്ടതുണ്ടോ? കളിക്കുന്ന കളിക്കാർക്ക് തന്നെ നിബന്ധനകളും അവരുടെ ചലനങ്ങൾക്ക് നിയന്ത്രണങ്ങളും, അവരുടെ ചലനം ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ നിബന്ധന പ്രകാരമല്ലെങ്കിൽ അവർ കോർട്ടിന്റെ പുറത്തുമാണെങ്കിൽ അല്ലാഹുമായി നടത്തുന്ന സംഭാഷണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്, അഫ്ളലുൽ ഇബാദത്തുൽ ബദനിയ്യതി കുല്ലിഹാ അസ്സലാഹ്, ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം, അത് നിർവഹിക്കുമ്പോൾ എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് സഹോദരന്മാരെ ഞാനും നിങ്ങളും ആലോചിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് കാണാം, മനുഷ്യന്റെ രോഗത്തിന് ചികിത്സിക്കുന്ന മരുന്നുകളും ചികിത്സാമുറകളും നൽകുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു മനുഷ്യനെ കിടത്തി ചികിത്സിക്കുമ്പോൾ ആ മനുഷ്യന്റെ ചലനങ്ങൾക്ക് നിയന്ത്രണം, അതുപോലെ കുടിക്കുന്ന മരുന്നിന് നിയന്ത്രണം, കഴിക്കുന്ന ഭക്ഷണത്തിന് നിയന്ത്രണം, അവന്റെ നടത്തത്തിനും ഇരുത്തത്തിനുമൊക്കെ നിയന്ത്രണം, എങ്കിലേ ഇവന്റെ ശരീരത്തിൽ ആരോഗ്യം കിട്ടുകയുള്ളൂ എന്നതാണ് കാരണമെങ്കിൽ പറയട്ടെ, ആത്മീയമായ ആരോഗ്യത്തിന്, ആത്മീയമായ പുരോഗതിക്ക്, ആത്മീയമായ ശക്തിക്ക് ഏറ്റവും കാരണമാകുന്ന നിസ്കാരം, അതിന്റെ നിബന്ധനകൾ ഏത് രൂപത്തിൽ പാലിക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന മനുഷ്യൻ വളരെ ശ്രദ്ധിച്ച് നിസ്കരിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓ ജനങ്ങളെ, മസലുസ് സ്വലവാത്തിൽ ഖംസി കമസലി നഹറിൻ ജാരിൻ അലാ ബാബി അഹദികും കസീരിൽ മാഇ യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ 5 മറാത്തിൻ ഫഹൽ യബ്ഖാ അലൈഹി മിനദ് ദറനി ശൈഇ. 5 നേരത്തെ നിസ്കാരത്തിന്റെ ഉദാഹരണം ഒരു നദി പോലെയാണ്, ഒരു പുഴ പോലെയാണ്. അത് അദ്ദേഹത്തിന്റെ ഗേറ്റിനടുക്കലൂടെ താഴ്വരയിലൂടെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ശുദ്ധവെള്ളമുള്ള ഒരു പുഴ. ആ പുഴയിൽ 5 നേരം അവൻ കുളിക്കുന്നു. ഫഹൽ യബ്ഖാ അലൈഹി മിനദ് ദറനി ശൈഇ, അവന്റെ ശരീരത്തിൽ വല്ല കറകളും ബാക്കിയാകുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഉദാഹരണമാക്കി, നിസ്കാരത്തെ ഉദാഹരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരു പുഴയിലുള്ള കുളിയോട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ശരീരത്തിൽ കുറെ മ്ലേച്ഛ വസ്തുക്കളുള്ളൊരു മനുഷ്യൻ, ശരീരത്തിൽ കുറെ ചേറുകളുള്ളൊരു മനുഷ്യൻ വെള്ളത്തിൽ പോയി മുങ്ങിങ്ങ് കയറി വന്നതുകൊണ്ട് അവന്റെ ശരീരത്തിലെ ചേറുകൾ നീങ്ങുമോ? വെറും വെള്ളത്തിലൊന്ന് നനഞ്ഞിങ്ങ് കയറി വന്നതുകൊണ്ട് മാത്രം ശരീരത്തിലെ ചേറുകൾ നീങ്ങുമോ? മറിച്ച് ആ ചേറ് നീങ്ങുന്ന രൂപത്തിൽ അവൻ കുളിക്കേണ്ടതില്ലേ? ചേറ് നീങ്ങുന്ന രൂപത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ ചേറുള്ള സ്ഥലം തേച്ച് കഴുകണം, വേണ്ടി വന്നാൽ സോപ്പ് ഉപയോഗിക്കണം, അതുപോലെ നന്നായി തേച്ച് വൃത്തിയാക്കണം. ഇല്ലാതെ വെറുതെ ഒന്ന് പൊതിർത്തിയിട്ടിങ്ങ് കയറി വന്നതുകൊണ്ട് മനുഷ്യനുണ്ടോ വൃത്തിയാകാൻ പോകുന്നു? ഇത് നിങ്ങൾ ഓർക്കണം. ഇതുപോലെ മനുഷ്യൻ 5 നേരം നിസ്കരിക്കുന്ന നിസ്കാരം, അത് അല്ലാഹുവിന്റെ മുന്നിൽ അവന്റെ ശരീരവും ആത്മാവും ഫിൽട്ടർ ചെയ്യാനുള്ള ഏർപ്പാടാണ്, ശുദ്ധീകരിക്കാനുള്ള ഏർപ്പാടാണ്. ആ ശുദ്ധീകരണം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തെങ്കിലേ അതിന്റെ പ്രതിഫലം, അതിന്റെ ഗുണവും മനുഷ്യന് ലഭിക്കുന്നുള്ളൂ. ഇതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്,
ലൈസ ലിൽ-അബ്ദി മിൻ സലാത്തിഹി ഇല്ലാ മാ അഖല. ഒരു മനുഷ്യൻ ശരിക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിച്ചതേ മനുഷ്യന്റെ നിസ്കാരത്തിൽ അവന് കണക്കാക്കപ്പെടുന്നതായി ഉള്ളൂ. ഇതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ വഅഖിമിസ് സലാത്ത ലിദിക്രി, എന്നെ ഓർക്കാനും എന്നെ ചിന്തിക്കാനുമാണ് നിസ്കാരം. അതുകൊണ്ട് തന്നെ ആ നിലക്ക് നിങ്ങൾ നിസ്കാരം ഉറക്കെ നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചത്. മറ്റൊരു സ്ഥലത്ത് റബ്ബ് പറഞ്ഞു വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധരായി പ്രവർത്തിക്കുന്നവരാകരുത്, ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരാകണം. ഇനിയും നിങ്ങൾക്ക് നോക്കൂ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ബോധമില്ലാത്തവരായ നിലക്ക്, മസ്താന്മാരായ നിലക്ക് നിങ്ങൾ നിസ്കാരത്തിൽ ലാ തഖ്റബുസ് സലാത്ത വ അൻതും സുകാറാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കരുത്, നിങ്ങൾ മസ്താന്മാരായി ലഹരി പിടിച്ചവരായി അടുക്കരുത്. ഈ ലഹരി പിടിച്ചവരായി അടുക്കരുത് എന്ന് പറഞ്ഞത് കള്ള് കുടിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ, അന്ന് കള്ള് പൂർണ്ണമായി വിരോധിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ കള്ള് കുടിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് കടന്ന ജനങ്ങൾ ഉണ്ടാവുകയും നിസ്കാരത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുമ്പോ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന സ്ഥലം തുടങ്ങി ലാ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ലാ ഒഴിവാക്കിയിട്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ലാ ഒഴിവാക്കി ഓതുകയും ചെയ്തപ്പോൾ അന്ന് ഇറങ്ങിയതാണ് ലാ തഖ്റബുസ് സലാത്ത വ അൻതും സുകാറാ, നിങ്ങൾ ലഹരിയുള്ളവരായി സ്വയം ബോധമില്ലാത്തവരായി നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുത്തു പോകരുത്. ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയാത്ത വിധത്തിൽ, നിങ്ങളത് ചിന്തിക്കാത്ത വിധത്തിൽ നിസ്കാരത്തിലേക്ക് കടന്നു പോകരുത്. ഈ ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, തഅലീലുൻ ലിനഹീസ് സുക്റാനി വഹുവ മുത്തരിദുൻ ഫിൽ ഗാഫിൽ മുസ്തഗ്രിഖിൽ മുഹ്തമ്മി ബിദ്ദുനിയാ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കള്ള് കുടിച്ച് മസ്താന്മാരായി നിസ്കാരത്തിലേക്ക് കടക്കരുതെന്നാണെങ്കിലും അതേ കാര്യം തന്നെ ദുന്യാവിന്റെ ചിന്തയിൽ ലയിച്ചുകൊണ്ട് ഞാൻ അള്ളയുമായുള്ള സംഭാഷണത്തിലാണെന്ന ബോധമില്ലാതെ ഞാൻ എന്താണ് പറയുന്നത്, എന്താണ് ചൊല്ലുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന ചിന്തയും ബോധവുമില്ലാതെ അശ്രദ്ധരായി നിസ്കാരത്തിൽ കടക്കുന്നവർക്കും ഈ ആയത്ത് ബാധകമാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാകണം നിസ്കാരം. അപ്പോഴേ നിസ്കാരത്തിന്റെ ഫലം നമുക്ക് ലഭിക്കുന്നുള്ളൂ. നിസ്കാരത്തിന്റെ ഫലം ലഭിക്കണമെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള നിസ്കാരമാകണം. ഇതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വന്നു, ഇന്നമൽ ഖുശൂഉ ലിമൻ തമസ്കന വ തവാളഅ, വളരെ താഴ്മയോടെയും വളരെ ലാളിത്യത്തോടുകൂടെയും താഴ്മയോടുകൂടെയും നിസ്കരിക്കുന്നവനാണ് ഖുശൂ ഉള്ളത്. അതുപോലെ അവിടുന്ന് പഠിപ്പിച്ചു, മല്ലം തൻഹു സലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി ലം യസ്ജദിൽ മിനല്ലാഹി ഇല്ലാ ബുഅദാ. നിസ്കാരം ഫലവത്താകുന്നില്ലെങ്കിൽ അതുകൊണ്ട് മനുഷ്യന് അകൽച്ചയാണ് റബ്ബുമായി സംഭവിക്കാൻ കാരണമാകുന്നത്. ഇത് തന്നെ മറ്റൊരു ഹദീസിൽ അവിടുന്ന് പഠിപ്പിച്ചു, കമ്മിൻ ഖായിമിൻ ഹദ്ദുഹു മിൻ ഖിയാമിഹി തഅബു വന്നസബു. എത്രയോ നിസ്കാരക്കാർ അവരെ നിസ്കാരം കുറെ പ്രയാസം അനുഭവിച്ചു എന്നല്ലാതെ അതുകൊണ്ട് യഥാർത്ഥ പ്രയോജനം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഭക്തിയോടെ നിസ്കരിക്കണമെന്ന ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയും ആ ഭക്തി ലഭിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും, അതിനെന്തെല്ലാം മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഞാൻ ആമുഖമായി തന്നെ ഉണർത്തുകയാണ്. നിങ്ങൾ കണ്ടോ സഹോദരന്മാരെ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ നിങ്ങൾക്ക് കാണാം, അതേ അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീബി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ
അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിന്നാൽ ഉണ്ടായിരുന്ന സംഭവം പണ്ഡിതന്മാര് പറയുന്നു. കാന ഇബ്നു സുബൈർ ഇദാ ഖാമ ഫി സ്വലാത്തി കഅന്നഹു ഊദ് വഅന്ന അബൂബക്കർ സിദ്ദീഖ് കാന കദാലിക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിന്നാൽ വെറും ഒരു കൊള്ളിക്കഷ്ണം വെച്ചതുപോലെ മഹാനവറുകൾ താഴോട്ട് നോക്കി ഒരൊറ്റ നൃത്തമാണ്. ഒരു ചലനവും നിസ്കാരത്തിന്റെ ചലനമല്ലാത്ത ഒരു ചലനവുമില്ല, ഒരു തിരിഞ്ഞു നോട്ടവുമില്ല, ഒരു ശ്രദ്ധയുമില്ല. അല്ലാഹുവിന്റെ മുന്നിൽ കൊള്ളിക്കഷ്ണം വെച്ചതുപോലെ ഒരൊറ്റ നൃത്തമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും സ്വഭാവം അത് തന്നെയാണ്. സഹോദരന്മാരെ, നിങ്ങൾ കണ്ടോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വെച്ച് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ താടി, നിസ്കാരത്തിൽ താടി ഇങ്ങനെ വന്നങ്ങ് തടകി, താടി കൊണ്ടൊരു ചെറിയ കളി കളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വെച്ച് അന്നഹു റആ റജുലൻ ഫി സ്വലാത്തി വഹുവ യഅബതു ബിലിഹിയതിഹി. നിസ്കരിക്കുന്ന സമയത്ത് താടി ഒന്നുകിൽ ഇങ്ങനെ പിടിച്ചൊന്ന് വലിക്കലോ, അല്ലെങ്കിൽ താടി ഒന്ന് തടകലോ, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം താടി കൊണ്ടങ്ങ് കളിച്ചു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖശഅല ഖശഅത് ജവാരിഹു. അവൻ ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നുവെങ്കിൽ അവന്റെ സർവ്വ അവയവങ്ങളും ഭക്തിയോടെ നിൽക്കുന്നതാണ്. കൈകൊണ്ട് കളിച്ചുപോയോ അവന്റെ ഭക്തി, മനസ്സിൽ ഭക്തിയില്ല എന്നതിന്റെ തെളിവാണ്. സഹോദരന്മാര് മനസ്സിലാക്കണം. അങ്ങനെ അന്നഹു റആ റജുലൻ ഫി സ്വലാത്തി വഹുവ യഅബതു ബിലിഹിയതിഹി ഫഖാല ലൗ ഖശഅല ഖശഅത് ജവാരിഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താടി കൊണ്ട് കളിക്കുന്നത് കണ്ടപ്പോ, താടിയിൽ കൈവച്ച് കളിക്കുന്നത് കണ്ടപ്പോ പറഞ്ഞ വാചകമാണ്, അവന്റെ ശരീരം ഭക്തിയോടെ നിൽക്കും, മനസ്സിന് ഭക്തിയുണ്ടെങ്കിൽ. അപ്പൊ അല്ലാഹുവിന്റെ മുന്നിൽ പരിപൂർണ ഭക്തിയോടെ മനുഷ്യൻ നിസ്കരിക്കുമ്പോ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ടോ കാലുകൊണ്ടോ കണ്ണുകൊണ്ടോ തലകൊണ്ടോ ഒന്നുകൊണ്ടും ഒരു ചലനവുമില്ലാതെ നിസ്കരിക്കണം. ഇതാണ് സഹോദരന്മാര്, നിങ്ങൾക്ക് കാണാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനുവേണ്ടി ധാരാളം കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ശ്രദ്ധ മാറാതിരിക്കാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സല്ലല്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഖമീസത്തിൻ ലഹാ അലാമുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് വരയും കുറിയുമൊക്കെയുള്ള ഒരു വസ്ത്രത്തിലായി നിസ്കാരം നിർവഹിച്ചു. ഫനദറ ഇലാ അലാമിഹാ നദറ. അതിലേക്ക് അവിടുത്തെ ശ്രദ്ധയങ്ങോട്ട് പതിഞ്ഞുപോയി. ഫലമ്മൻ സറഫ, നിസ്കാരം കഴിഞ്ഞപ്പോൾ ഖാല, അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബൂ ബിഖമീസതി ഹാദിഹി ഇലാ അബീ ജഹം വഅതൂനി ബിഅംബിജാനിയത്തിൻ അബീ ജഹം ഫഇന്നഹാ അൽഹതിനി ആനിഫൻ അൻ സ്വലാത്തി. വരയും കുറിയുമുള്ള വസ്ത്രത്തിൽ നിസ്കരിച്ചപ്പോ എന്റെ ശ്രദ്ധ അതിലേക്ക് തിരിയാൻ വരെ അത് കാരണമായി. ഞാൻ അതിലേക്ക് നോക്കിപ്പോയി. അതിനാൽ ഈ വസ്ത്രം നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കൂ, മറ്റൊരു വസ്ത്രം തരാൻ പറയൂ. ഇതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, അതാ പുള്ളിയും വരയും കുറിയും ഒക്കെയുള്ള വസ്ത്രത്തിൽ നിസ്കരിക്കുന്നത്, അത്തരം വസ്ത്രമിട്ട് നിസ്കരിക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ്. പുള്ളികളുള്ള ലുങ്കിത്തുണികൾ, പുള്ളികളുള്ള കുപ്പായങ്ങൾ, പുള്ളികളുള്ള മറ്റ് വസ്ത്രങ്ങൾ, അതിലേക്ക് ശ്രദ്ധ തിരിയാൻ കാരണമാകുന്നത് വല്ലതും വസ്ത്രത്തിലുണ്ടോ, ആ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിസ്കാരം വിരോധിക്കപ്പെട്ടതാണ്. അതേസമയം അത്തരത്തിലുള്ള ഒരു വിരിച്ചുകൊണ്ടുള്ള നിസ്കാരവും വിരോധിക്കപ്പെട്ടതാണ്. ഇപ്പോൾ വിദേശ നാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന നമ്മുടെ മുസല്ലകൾ ഏകദേശവും ഏതെങ്കിലും ചിത്രങ്ങളുള്ളതാണ്. അത്തരം ചിത്രങ്ങളുള്ള മുസല്ലകളിൽ നിസ്കരിക്കുന്നത് കറാഹത്താണ്, വിരോധിക്കപ്പെട്ടതാണ്. കാരണം നിസ്കരിക്കുന്നവന്റെ ശ്രദ്ധ അതിലേക്ക് തിരിയാനത് കാരണമാണ്. ഇതുപോലെ വരയും കുറിയും ഒക്കെയുള്ള വസ്തുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന നിലക്ക് മുൻഭാഗത്തത് വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നതും വിരോധിക്കപ്പെട്ടതാണ്. കാരണം പരിപൂർണമായി ശ്രദ്ധ നിസ്കാരത്തിൽ തന്നെ പതിയേണ്ടതാണ്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു
തുഹ്ഫയിൽ പറഞ്ഞു, ചില ആളുകൾ പറയും എന്ത് കുറിയും വരയും ഉണ്ടായാൽ എന്താണ്, നിസ്കരിക്കുന്ന എന്റെ ശ്രദ്ധ അങ്ങോട്ടൊന്നും നീങ്ങൂല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവരെ പറ്റി ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൻ ലോക വിഡ്ഢിയാണ്. എന്താ കാരണം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് ജീവിക്കുന്ന മറ്റൊരാളില്ലല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞത്, വരയും കുറിയുമുള്ള തുണിയായതുകൊണ്ട് നിസ്കാരത്തിൽ എന്റെ ശ്രദ്ധ അങ്ങോട്ട് നീങ്ങിപ്പോയെന്ന്, അതിനാൽ ഇത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞ നബിയല്ലേ. ആ നബിയേക്കാൾ വലിയ ശ്രദ്ധയുള്ളവൻ ആരാണോ ലോകത്തുള്ളത്? അതുകൊണ്ട് എന്റെ ശ്രദ്ധ അങ്ങോട്ടൊന്നും മാറുകയില്ലെന്ന് പറയുന്നവൻ, അവന്റെ വാദം ശരിയല്ലെന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ നമ്മുടെ ശ്രദ്ധ നിസ്കാരത്തിൽ എവിടെയാകണം? നിസ്കരിക്കുന്ന സമയത്ത് മനുഷ്യൻ നോക്കുന്നത് അവൻ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കണം. അവന്റെ നോട്ടം പരിപൂർണമായി സുജൂദിന്റെ സ്ഥലത്താകണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സമയത്ത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് കയ്യിന്റെ വിരല്, ചൂണ്ടം വിരല് അതൽപ്പം ഉയർത്തൽ സുന്നത്തുണ്ടല്ലോ. അങ്ങനെ ഉയർത്തുമ്പോൾ നേരെ കുത്തനെ മേൽപോട്ട് ഉയർത്തരുത്. അതേ സമയത്ത് നേരെയുമാകരുത്, അല്പം താഴോട്ട് ചെരിച്ചുകൊണ്ടാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. ആ പിടുത്തം സലാം വീട്ടി കഴിയുന്നത് വരെ പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ആ കയ്യിന്റെ വിരലിലേക്കാണ് നോക്കേണ്ടത്. അല്ലാത്ത സമയങ്ങൾ മുഴുവനും നിസ്കരിക്കുന്നവന്റെ ദൃഷ്ടി സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കേണ്ടതാണ്. സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കേണ്ടതാണ്. കയ്യിന്റെ വിരൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹംസ് മൊഴിയുന്ന സമയത്ത് ഉയർത്തി അവിടെ പിടിക്കുകയാണ് വേണ്ടത്. പിന്നീട് ആ വിരൽ ചലിപ്പിക്കാൻ പാടില്ല. നമ്മൾ ആ വിരൽ പിന്നീട് ചലിപ്പിക്കാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ ഏകത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി കയ്യിന്റെ വിരലും കൂടി ദിക്റിൽ പങ്കെടുക്കുകയാണ്. അത് അതേ നിലക്ക് തന്നെ അവിടെ പിടിക്കുകയാണ് വേണ്ടത്. പിന്നീട് കയ്യിന്റെ വിരൽ ചലിപ്പിക്കുന്ന ഏർപ്പാട് ശരിയല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ കയ്യിന്റെ വിരലിലേക്ക് അവിടുന്ന് അങ്ങോട്ട് നമുക്ക് നോക്കാം. അതേസമയം അതുവരെയുള്ള സമയം മുഴുവനും സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കിയാണ് മനുഷ്യൻ നിസ്കരിക്കേണ്ടത്. ആ നിലക്ക് നിങ്ങൾ നിസ്കാരം തുടങ്ങി നിസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിസ്കാരത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഭക്തി തരുന്നതാണ്. നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിസ്കാരത്തിലേക്ക് നമ്മൾ നിൽക്കുമ്പോ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കിയിട്ടാണ്, അല്പം തല താഴ്ത്തി വെച്ചുകൊണ്ടാണ് തക്ബീർ തന്നെ ചൊല്ലേണ്ടത്. അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ആ തക്ബീർ ചൊല്ലുന്നതോടുകൂടി രണ്ട് കൈകളും ഉയർത്തൽ സുന്നത്തുണ്ട്. രണ്ട് കൈയും എങ്ങനെയാണ് ഉയർത്തേണ്ടത്? രണ്ട് കൈയും ഉയർത്തുന്നതിന് മുമ്പ് തന്നെ തക്ബീർ ചൊല്ലുന്ന സമയത്ത് തല അല്പം താഴ്ത്തിയിട്ട് താഴോട്ട് നോക്കിയിട്ടാണ് തക്ബീർ ആരംഭിക്കേണ്ടത്. അങ്ങനെ തക്ബീർ ആരംഭിക്കുമ്പോൾ തല കുലുങ്ങരുത്, തല ചലിപ്പിക്കരുത്. വളരെ ഭക്തിയോടെ നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് അല്ലാഹ് എന്ന ഹംസ ഒഴിഞ്ഞിട്ട് അക്ബർ എന്ന് തീരുന്നതിനിടയ്ക്ക് നമ്മുടെ കൈ ഉയർത്തി തീരണം. കൈ ഉയർത്തി അതോടുകൂടെ തീരണം. ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പം താഴോട്ട് വളരെ ഭക്തിയോടുകൂടെ നോക്കി നിന്നിട്ട് അല്ലാഹു അക്ബർ, കൈ ഉയർത്തി തീരുന്നതും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിത്തീരുന്നതും ഒരേ സമയത്തായിരിക്കണം. അല്ലാഹു അക്ബർ, ആ ഉയർത്തുന്ന ഉയർത്തൽ നമ്മുടെ തള്ളവിരല് രണ്ട് കാതിന്റെ ചുവടെ, അതുപോലെ നമ്മുടെ മറ്റ് വിരലുകൾ കാതിന്റെ മേലേക്ക് നേരെയായി, കൈയിന്റെ ഉള്ളം കൈകൾ ചുമലിന് നേരെയായി നിൽക്കുന്ന നിലക്ക് അല്ലാഹു അക്ബർ. ആ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് കൈകൾ നമ്മൾ താഴ്ത്തിയിട്ട് നെഞ്ഞിന്റെ ചുവടെ പൊക്കിളിന്റെ മേലെ വെക്കേണ്ടത്. അത് തക്ബീർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് വെക്കേണ്ടത്. തക്ബീർ ചൊല്ലിക്കഴിയേണ്ടത് ഉയർത്തിക്കഴിയുമ്പോഴാണ്. അല്ലാഹു അക്ബർ, ഇനി കൈ നമ്മൾ താഴ്ത്തി വെക്കണം. അങ്ങനെ താഴ്ത്തി വെക്കുമ്പോൾ കൈ നേരെ നെഞ്ഞിന്റെ ചുവടെ
പൊക്കിളിന്റെ മേലെ വെക്കുന്നതാണോ നല്ലത്? അതല്ല കൈ പൂർണ്ണമായി താഴ്ത്തിയിട്ടിട്ട് വീണ്ടും കൈ പൊക്കി വെക്കുന്നതാണോ നല്ലത്? അത് നേരെ തന്നെ കൈ ഉയർത്തിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കൈ താഴോട്ട് പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ വെക്കലാണ് സുന്നത്തെന്ന്, അതാണ് ഏറ്റവും നല്ലതെന്ന് ഫതുഹുൽ മുഈനിൽ പറഞ്ഞത് കാണാം. സഹോദരന്മാരെ, അപ്പൊ പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെയാണ് കൈവെക്കേണ്ടത്. എല്ലാവർക്കും അറിയാം. കൈവെക്കുന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ 3 അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിൽ വിശദീകരിക്കുന്നത് കാണാം. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ കൈവെക്കണം എന്നാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത് പൊക്കിളിന്റെയും ചുവടെ കൈവെക്കണം എന്നാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അഭിപ്രായത്തിൽ കൈ തീരെ താഴ്ത്തിയിടണം എന്നാണ്. ഇങ്ങനെ 3 അഭിപ്രായമല്ലാതെ 4ാമത്തെ ഒരു അഭിപ്രായം ഇസ്ലാം ദീനിൽ കൈവെക്കുന്നതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനപ്പുറം ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അവർ 1200 കൊല്ലത്തോളം ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ചെയ്തു വന്നതിനെതിരായി മുസ്ലിമീങ്ങളെ നിസ്കാരത്തിന്റെ ആകൃതിയിലും ഒരു ഭിന്നത ഉണ്ടാക്കാൻ കാരണക്കാരായി പോയി. അള്ളാഹു അവർക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുക്കുമാറാകട്ടെ. 4 മദ്ഹബിൽ 3 അഭിപ്രായം മാത്രമേ കൈവെക്കുന്നതിനെ സംബന്ധിച്ചുള്ളൂ എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിലും അതുപോലെ മറ്റ് അബൂദാവൂദിന്റെ ശർഹിലും മറ്റ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇരിക്കട്ടെ സഹോദരന്മാരെ, കൈ നമ്മൾ ഉയർത്തുന്ന സമയത്ത് വിരലുകൾ പൂട്ടിപ്പിടിച്ചുകൊണ്ടല്ല, ഒരൽപ്പം അകറ്റിപ്പിടിച്ചുകൊണ്ടാണ് തക്ബീറിന് വേണ്ടി കൈ ഉയർത്തേണ്ടത്. ഒരൽപ്പം അകറ്റിപ്പിടിച്ചുകൊണ്ട്, കൂടുതൽ അകറ്റാനും പാടില്ല, ഒരൽപ്പം അകറ്റിപ്പിടിച്ചുകൊണ്ടാണ് കൈ ഉയർത്തേണ്ടത്. അങ്ങനെ ഉയർത്തി കൈ വെക്കുന്ന സമയത്ത് നമ്മുടെ തല ഇളകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കൈയും തലയും കൂടി ഒന്നാക്കി ഇളക്കുന്ന രൂപം ഉണ്ടാകരുത്. ഇരിക്കട്ടെ, അങ്ങനെ തക്ബീർ ചൊല്ലുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. ഈ വാക്ക് എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന്റെ തുടക്കത്തിൽ നമുക്ക് നിർബന്ധമാക്കി? ഇഫ്തിതാഹുഹു തക്ബീർ, നിസ്കാരത്തിന്റെ തുടക്കം തക്ബീറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തുകൊണ്ടതാക്കി? ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, അതിന്റെ കാരണം അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്നതവൻ പറയുന്നതോടുകൂടി അവന്റെ മനസ്സിൽ ഞാൻ ഈ വന്ന് നിൽക്കുന്നത് ആരോട് സംസാരിക്കാനാണ്, ഞാൻ ഈ നിൽക്കുന്നത് ആരുടെ മുമ്പിലാണ്, ഞാൻ ഈ നിൽക്കുന്നത് എന്ത് പ്രവർത്തനത്തിനാണ്, ആരുടെ മുന്നിലാണ്? അല്ലാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച്, അവന്റെ മഹത്വത്തെക്കുറിച്ച് അവന്റെ മനസ്സിൽ പരിപൂർണമായ ബോധം വരാനാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്നർത്ഥമുള്ള ഈ ദിക്ർ തന്നെ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ കൽപ്പിക്കപ്പെട്ടതെന്ന് മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈനിൽ പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ പറയുന്നു, അതുകൊണ്ട് തന്നെയാണ് ഈ ദിക്ർ നിസ്കാരത്തിൽ ആവർത്തിച്ച് ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത്. ഏത് പോക്കിലും വരവിലും അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. അത് ആവർത്തിച്ച് പറയുന്നത് എന്തിനാണ്? നിന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിയല്ല കേട്ടോ. വലിയവനായ റബ്ബുമായി സംഭാഷണം നടത്തുമ്പോ നിന്റെ ശ്രദ്ധ താഴ്ന്ന ദുനിയാവിലേക്ക് നീങ്ങല്ല, ഈ ചത്ത ശവം പോലെയുള്ള ഭൗതിക കാര്യങ്ങളിലേക്ക് നീങ്ങല്ല, നിന്റെ ശ്രദ്ധ മറ്റൊരാളിലേക്കും നീങ്ങല്ല. ഏറ്റവും വലിയവനായ റബ്ബിന്റെ മുന്നിൽ പോയി നിന്ന് അല്ലാഹു വലിയവനാണെന്ന് പറഞ്ഞു തുടങ്ങി റബ്ബുമായി സംഭാഷണം നടത്തുമ്പോ നിന്നെ അടിക്കടി ഓർമ്മിപ്പിക്കാൻ നിന്റെ നാവ് കൊണ്ട് തന്നെ നീ ഉച്ചരിക്കുകയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഓരോ പോക്കിലും വരവിലുമൊക്കെ അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. ഈ ബോധത്തോടെ തക്ബീർ ചൊല്ലുകയും ആ ബോധം നിലനിർത്തി നിസ്കരിക്കുകയും ചെയ്യാനാണ് അത് ആവർത്തിച്ച് നമുക്ക് കൽപ്പിക്കപ്പെട്ടതെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി, ആ ദിക്ർ ചൊല്ലി അവൻ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി അങ്ങനെ അവൻ നിസ്കാരം മുന്നോട്ട് കൊണ്ടുപോകണം. ഒരിക്കലും തന്നെ
അവന്റെ നിസ്കാരത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ശ്രദ്ധ മാറിപ്പോകരുത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു, ഞാൻ ആദ്യത്തെ ദിവസം സംസാരിക്കുന്ന സമയത്ത് ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ചു. വലിയ മഹാനാണ്. ദുനിയാവുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കുകയും ഭൗതികമായ താല്പര്യങ്ങൾക്ക് പകരം അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്ത വലിയ മഹാനാണ് ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു. ആ മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ മഹാനവറുകൾ വളരെ ഭക്തിയോടെ വളരെ ആദരവോടെ നിൽക്കുന്ന പതിവുകാരനായിരുന്നു. ബഹുമാനപ്പെട്ടവരോട് ഒരു ദിവസം ഭരണാധികാരി ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത്? നിങ്ങൾ നിസ്കാരത്തിന് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാറുള്ളത് എങ്ങനെയാണ്? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ കഅബ ശരീഫ് കൊണ്ടുവന്ന് വെച്ചാൽ ആ കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ എന്റെ മനസ്സാന്നിധ്യം ഏതുപോലെയാണോ, ഞാൻ തുടക്കത്തിൽ തന്നെ കഅബ ശരീഫ് എന്റെ മുന്നിലുണ്ടെന്ന് ഉള്ള ധാരണയുള്ള രൂപത്തിലാണ് നിസ്കാരം നിർവഹിക്കാറുള്ളത്. നിസ്കരിക്കുന്ന സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, ഹാത്തം റളിയല്ലാഹു അൻഹുവിനോട് ഉസാമ ഇബ്നു യൂസുഫ് ചോദിച്ചതായിരുന്നു, ഹൽ തുഹ്സിനു അൻ തുസല്ലിയ, നിസ്കരിക്കാൻ നിങ്ങൾക്ക് നന്നായി നിസ്കരിക്കാൻ കഴിയുമോ ഹാത്തമുൽ അസ്സം? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. കൈഫ തുസല്ലി, നിങ്ങളെ എങ്ങനെയാണ് നിസ്കരിക്കുക? അദ്ദേഹം പറഞ്ഞു, ഇദാ തഖാറബ വഖ്തു സ്വലാത്തി അസ്ബഗ്തുൽ വുളൂ, നിസ്കാരത്തിന്റെ സമയം അടുത്തു വരുമ്പോൾ തന്നെ ഞാൻ പരിപൂർണമായി വുളൂ എടുക്കും. നിസ്കാരത്തിന്റെ സമയം ആകുന്നതിന് മുമ്പ് തന്നെ വുളൂ എടുക്കുക, അത് കൂടുതൽ പ്രതിഫലാർഹമാണ്. സാധാരണ നിസ്കാരത്തിന്റെ സമയമായ നിസ്കരിക്കാൻ നിർബന്ധമാണ്, പക്ഷെ അതിനേക്കാൾ പുണ്യമാണ് നിസ്കാരത്തിന്റെ സമയം അടുത്തെത്തുമ്പോൾ തന്നെ സമയമാകുന്നതിന് മുമ്പ് തന്നെ വുളൂ എടുക്കുക, അത് കൂടുതൽ പുണ്യമാണ്. അതെന്താണ്? അല്ലാഹുവിന്റെ സംഭാഷണത്തിന് വേണ്ടി സമയമാകുന്നതിന് മുമ്പ് തന്നെ ശുചീകരണം നടത്തി തയ്യാറെടുക്കുകയും അല്ലാഹുവിനുള്ള അടുപ്പവും അല്ലാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം, എപ്പോഴും ളുഹർ ആകുന്നതിന് മുമ്പ് അവിടുന്ന് മുസാക്കുമെടുത്ത് ബ്രഷുമെടുത്ത് വുളു എടുക്കാൻ വേണ്ടി ഇറങ്ങിപ്പോ. അങ്ങനെ വുളു എടുത്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കും എപ്പോഴും ളുഹറിന്റെ സമയം ബാങ്ക് വിളിക്കുന്നു. ഏത് നിസ്കാരത്തിനും അങ്ങനെയായിരുന്നു. അത് സാലിഹീങ്ങളുടെ മഹാന്മാരുടെ പതിവാണ്. ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരത്തിന്റെ സമയം അടുത്തു വന്നാൽ തന്നെ അസ്ബഗ്തുൽ വുളൂ, ഞാൻ പരിപൂർണമായി വുളൂ എടുക്കും. പിന്നെ ഞാൻ നിസ്കരിക്കുന്ന സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി അസ്തവി ഫിൽ മൗദിഇ അല്ലദി യുസല്ലി ഫീഹി ഹത്താ യസ്തഖിറ കുല്ലു ഉദുവിൻ മിന്നി, നിസ്കരിക്കാൻ വേണ്ടി ഞാൻ പോയി നിന്നാൽ ഒരൊറ്റ അവയവവും അനങ്ങാത്ത രൂപത്തിൽ ഭക്തിപൂർവ്വം ഞാൻ അവിടെ നിൽക്കും. വഅറൽ കഅബത ബൈന ഹാജിബി വൽ മഖാമ ബിഹിയാലി സദ്രി, ഞാൻ ആ നിൽക്കുന്ന സമയത്ത് കഅബ ശരീഫ് എന്റെ നെറ്റിയുടെ നേരെ, ഇബ്രാഹിം മഖാം എന്റെ മുന്നിൽ നെഞ്ഞിന്റെ നേരെ ഉള്ളതുപോലെ ഞാൻ അവിടെ നിൽക്കും. ആ രൂപത്തിൽ ഞാൻ അവിടെ നിൽക്കും. അത് ഞാൻ കാണുന്നത് പോലെ ഉണ്ടാകും. വല്ലാഹു തആല യഅലമു മാ ഫീ ഖൽബി, എന്റെ ഹൃദയത്തിലുള്ളത് അല്ലാഹു അറിയും. ആ ധാരണയോടുകൂടെ ഞാൻ നിൽക്കും. ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ വണങ്ങാൻ വന്നവനാണോ, അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു കുറഞ്ഞ സമയം അവന് വേണ്ടി മാത്രം ചലനം നിയന്ത്രിക്കാൻ വന്നവനാണോ, അവന് വേണ്ടി മാത്രം ചിന്തിക്കാൻ വന്നവനാണോ, അതല്ല ഞാൻ കളികളുടെ കൂട്ടത്തിൽ ഒരു കുനിയലും നീരലും നടത്തുന്നവനാണോ, അത് അല്ലാഹു അറിയുമല്ലോ. ആ ചിന്തയോടെ ഞാൻ പോയി നിൽക്കും. വകഅന്ന ഖദമി അല സിറാത്ത്, എനിക്ക് നരകത്തിന്റെ മേലെ വന്ന് വെക്കപ്പെടുന്ന ഒരു പാലമില്ലേ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, ആ പാലത്തിന്റെ മേൽ എന്റെ കാല് വെച്ചതുപോലെ എന്റെ മനസ്സിൽ തോന്നും. വൽ ജന്നത്തു അൻ യമീനി വന്നാറു അൻ യസാരി, എന്റെ വലതുഭാഗത്ത് സ്വർഗവും ഇടതുഭാഗത്ത് നരകവും ഉള്ളതുപോലെ വമലക്കുൽ മൗതി ഖൽഫി, എന്റെ നേരെ പിന്നിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ നിൽക്കുന്നത് പോലെ വഅظن അന്നഹാ ആഖിറു സലാത്തി,
ഞാൻ നിസ്കാരത്തിന് തക്ബീർ ചൊല്ലാൻ ഈ ചിന്തയോടെ അവിടെ അങ്ങ് നിൽക്കുമ്പോ എന്റെ മനസ്സിൽ വരും, ഇതെന്റെ അവസാനത്തെ നിസ്കാരം, എന്റെ നേരെ പിന്നിൽ അസ്റായീൽ നിൽക്കുകയാണ്, എന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന നിലക്ക് ഞാൻ ആ നിസ്കാരത്തിലേക്ക് ഞാനങ്ങോട്ട് കടക്കും. എന്നിട്ട് ഞാൻ തക്ബീർ ചൊല്ലും. ഞാൻ വളരെ ചിന്തിച്ചുകൊണ്ട് ആ ഓതുന്നതും ചൊല്ലുന്നതുമൊക്കെ ചിന്തിച്ചതുകൊണ്ട് ഞാൻ ഒത്തും, അതുപോലെ ചൊല്ലലും നടത്തും. വളരെ താഴ്മയോട്, ഇത് കളരിയിലെ കുനിയലല്ല, മറ്റേതെങ്കിലും കളിയിലുള്ള കുനിയലല്ല, ഇതെന്റെ റബ്ബിനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ താഴ്മയോടെ കുനിഞ്ഞു നിൽക്കുകയാണ്, റബ്ബിനെ ബഹുമാനിച്ചുകൊണ്ട് കുനിഞ്ഞു നിൽക്കുകയാണ്. ആ ചിന്തയിൽ ഞാൻ താഴ്മയോടെ കുനിഞ്ഞു നിൽക്കും. ഞാൻ വളരെ താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ അവയവങ്ങളൊക്കെ നിലത്ത് വെച്ച് ഏറ്റവും മനുഷ്യൻ ബഹുമാനിക്കുന്ന മുഖം നിലത്തുകുത്തി മനുഷ്യന്റെ നെറ്റി അത് മണ്ണിലോ ഭൂമിയിലോ കുത്തി ഞാനങ്ങ് സുജൂദ് ചെയ്യും. പിന്നെ പരിപൂർണമായ നിലക്കടങ്ങി ഒതുങ്ങി ഞാൻ ഇരിക്കും. ഞാൻ വളരെ ഭയത്തോടെയും പ്രതീക്ഷയോടെയും ഞാൻ അത്തഹിയ്യാത്ത് ചൊല്ലും. ഞാൻ സുന്നത്തനുസരിച്ച് സലാം പറയും. പിന്നെ ഞാൻ വളരെ ആത്മാർത്ഥമായി സലാം വീട്ടും. അങ്ങനെ ഞാൻ ഞാൻ പ്രതീക്ഷയിലും ഭയത്തിലുമായി നിസ്കാരം നിർവഹിക്കും. പിന്നെ ഞാൻ അതിനൊക്കെ മറ്റുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി, മറ്റുള്ള വിഷയങ്ങളൊക്കെ ഒഴിവാക്കി വളരെ അടക്കി ഒതുങ്ങി ഞാൻ ആ നിസ്കാരം ക്ഷമയോടുകൂടെ നിർവഹിക്കും. ഇത്രയും പറഞ്ഞപ്പോൾ ഉസാമ പറഞ്ഞു, യാ ഹാത്തം കദാ സലാത്തുക, ഇങ്ങനെയാണോ നിങ്ങളുടെ നിസ്കാരം ഹാത്തമുൽ സമ്മതങ്ങളെ? മഹാനവറുകൾ പറഞ്ഞു, ഹാ കദാ സലാത്തി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മറുപടി, എനിക്ക് ഇതുപോലൊരു നിസ്കാരം നിർവഹിക്കാൻ ഇന്ന് വരെയും സാധിച്ചില്ലല്ലോ. ഓ സഹോദരന്മാരെ, നിസ്കാരം എന്നത് ഒരു കുത്തിമറിയലല്ല, അതെന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ചെയ്യാനുള്ള കാര്യമല്ല, പരിപൂർണമായ ഭക്തിയോടുകൂടെ നിർവഹിക്കേണ്ട കാര്യമാണ്. അവർക്കാണ് അല്ലാഹു സമ്മാനം നൽകുന്നത്, അവർക്കാണ് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. സമ്മാനം ദുന്യാവിലുമുണ്ട്, ആഖിറത്തിലുമുണ്ട്. പക്ഷേ നിസ്കാരം അത് ശരിയായ നിസ്കാരമാകണം. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുവേണ്ടി നമുക്കൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രത്തോളം എന്നറിയോ നിങ്ങൾ? അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യൻ പോയി നിൽക്കുകയല്ലേ, ആ നിൽക്കുന്ന സമയത്ത് ധരിച്ച വസ്ത്രധാരണ പോലും അതുപോലെ ഗുരുത്വത്തോടെ ശരിയായ രൂപത്തിലാകണം. ഇതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നൊരാൾ നിസ്കാരം നിർവഹിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഉറങ്ങിപ്പോയവരുണ്ടെ വിളിച്ച ഭയങ്കര ഉറക്കന്മാരുണ്ട് ചില മനുഷ്യന്മാർ. ബൈനമാ റജുലുൻ യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് ഒരാൾ നിസ്കരിക്കുന്നു. എങ്ങനെ നിസ്കരിക്കുന്നു? അദ്ദേഹത്തിന്റെ നെര്യാണിയുടെ ചുവടെയാണ് തുണിയുള്ളത്. ചെറുപ്പക്കാരെ, ഏകദേശം ആളുകളും തുണിയെടുക്കുമ്പോ നെര്യാണിയുടെ ചുവടയല്ലേ ഇന്ന് തുണി എടുക്കുന്നത്. അത് വാസ്തവത്തിൽ പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ വിരോധിച്ച കാര്യമാണ്. അതേ, സലാത്തുൻ ലാ യുകല്ലിമുഹും അല്ലാഹു വലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം. അല്ലാഹു തആല അവരെ പരിശുദ്ധരാക്കൂല, അല്ലാഹ് അവരെ സംസ്കരിക്കൂല, അല്ലാഹ് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല, അല്ലാഹ് അവരോട് ഉരിയാടൂല, അല്ലാഹ് അവരോട് മിണ്ടൂല, അല്ലാഹ് അവരെ കൊള്ള റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. അല്ലാഹു ജല്ല ജലാലുഹു അതേ അവരെ ശുദ്ധീകരിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയെ ആ കൂട്ടർ? ആ കൂട്ടരെ എണ്ണുന്ന കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് എണ്ണിയ ഒരു കൂട്ടരാരാണ്? അൽ മുസ്ബിലു ഇസാറഹു,
തുണി നെരിയാണിയുടെ ചോടെ ഉടുക്കുന്നവനാണ്. കാരണം അത് കിബിറിന്റെ ലക്ഷണമാണ്, അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെരിയാണിയുടെ ചുവടെ പുരുഷന്മാര് തുണി ഉടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത്. സ്ത്രീകളെ, നിങ്ങൾക്കത് ബാധകമല്ല. നിങ്ങളെ ശരീരത്തിൽ പൂർണ്ണമായി തുണി ഉടുക്കുന്ന സമയത്ത് നിങ്ങൾ നെരിയാണിയുടെ ചുവടെ ഒരു ചാണെങ്കിലും താഴ്ത്തി ഉടുക്കണമെന്നാണ് നിയമം. കാരണം നിങ്ങളെ കാല് മറ്റൊരാൾ കാണാൻ പാടില്ലല്ലോ, അതുകൊണ്ട് താഴ്ത്തി ഉടുക്കണമെന്നാണ് നിയമം. അതുകൊണ്ടും കാണുമെന്ന് തോന്നിയാൽ വീണ്ടും താഴ്ത്തി ഉടുക്കണമെന്നാണ്. നേരെ മറിച്ച് പുരുഷന്മാര്, ചെറുപ്പക്കാരെ, നെരിയാണിയുടെ ചുവടെ തുണി ഉടുക്കുന്ന സമയത്ത് നെരിയാണിയുടെ ചുവടെ തുണി ഉടുക്കുന്നത് കടുത്ത തെറ്റാണ്. ഈ ബോധം നമുക്കുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് നിന്ന് നിസ്കരിച്ച ഒരാൾ തുണി താഴ്ത്തി ഉടുത്ത് നിസ്കരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഇദ്ഹബ് ഫതവല്ല ഫദഹബ ഫതവല്ല. ഓ മനുഷ്യ, നീ പോയി ഒളുവെടുക്കൂ, എന്നിട്ട് നീ നിസ്കാരം നിർവഹിക്കൂ. ഫദഹബ ഫതവല്ല. അദ്ദേഹം പോയി ഒളുവെടുത്ത് വന്നു, പിന്നെയും വന്നു. സുബ്ഹാനല്ലാഹ്. ഒളുവെടുത്ത് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നപ്പോ ഒരാൾ ചോദിച്ചു, നബിയേ മാലക അമർതഹു അയതവല്ല. നബിയെ, തങ്ങൾ എന്തിനാണ് അദ്ദേഹത്തോട് ഒതുവെടുക്കാൻ പറഞ്ഞത്? ഖാല ഇന്നഹു കാന യുസല്ലി വഹുവ മുസ്ബിലുൻ നിസാറഹു വഇന്നല്ലാഹ ലാ യഖ്ബലു സലാത്ത റജുലിൻ മുസ്ബിലിൻ നിസാറഹു. അവൻ നെരിയാണിയുടെ ചുവടെ തുണി ഉടുത്തുകൊണ്ടാണ് നിസ്കരിച്ചത്. അതുകൊണ്ടാണ് അവനോട് ഒതുവടക്കം മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞത്. കാരണം നെരിയാണിയുടെ ചുവടെ തുണി താഴ്ത്തി ഉടുക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു തആല അത് പരിപൂർണമായ നിലക്ക് സ്വീകരിക്കുകയില്ല. അപ്പൊ സഹോദരന്മാരെ, നെരിയാണിയുടെ ചുവടെ തുണി ഉടുത്ത് നിസ്കരിച്ചവന്റെ നിസ്കാരത്തിന് ന്യൂനതയാണ്, അത് പരിപൂർണമായ രൂപത്തിലായില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, കോർട്ടിൽ വെച്ച് കളിക്കുന്ന സമയത്ത് കളിക്ക് പോലും വര തെറ്റരുത്, അതുപോലെ തന്നെ തൊട്ടു പോകരുത്, ഗ്രൗണ്ടിന്റെ പുറത്തായി പോകരുത്, ഇങ്ങനെ തുടങ്ങി നിബന്ധനകളുണ്ടെങ്കിൽ നിസ്കാരത്തിന് ഒരുപാട് നിബന്ധനകളും സുന്നത്തുകളുമുണ്ട്. ആ സുന്നത്തുകൾ പാലിച്ച് നിസ്കരിക്കാതിരുന്നാൽ, സുന്നത്തുകൾ പാലിച്ച് നിസ്കരിക്കാതിരുന്നാൽ, അദബുകൾ പാലിച്ച് നിസ്കരിക്കാതിരുന്നാൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വികലാംഗനായ ഒരടിമയെ രാജാവിന് കാഴ്ചവെക്കുന്നത് പോലെയാണത്. കാതില്ലാത്ത മനുഷ്യൻ ജീവി തന്നെയാണ്, അടിമ തന്നെയാണ്. പക്ഷേ ഒരു രാജാവിന്റെ മുമ്പിൽ കാഴ്ചക്ക് അടിമ വെക്കാൻ പറ്റൂലല്ലോ. കാരണം കാത് മുറിഞ്ഞ അടിമയല്ലേ. ഉദ്ഹിയ്യത്ത് അറുക്കുന്ന സമയത്ത് കാതില്ലാത്ത കുട്ടനെ അറുക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണം അത് കുട്ടനല്ലാത്തത് കൊണ്ടല്ലല്ലോ, അല്ലെങ്കിൽ അത് ജീവിയല്ലാത്തത് കൊണ്ടല്ലല്ലോ, അറുത്താൽ മാംസമില്ലാത്തത് കൊണ്ടല്ലല്ലോ, അതിന് വൈകല്യമുള്ളത് കൊണ്ടല്ലേ. ഇതുപോലെ സുന്നത്തുകൾ തന്നെ ഒഴിവാക്കി നിസ്കരിച്ചാൽ തന്നെ വൈകല്യമാണ്. ആ വൈകല്യം ഉള്ള നിസ്കാരമല്ലല്ലോ നിസ്കരിക്കേണ്ടത്. എന്നാൽ അവനോട് ഒതുവെടുക്കാൻ പറഞ്ഞതോ, നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബിലുള്ള നിയമം നോക്കിയാൽ നിര്യാണിയുടെ ചോടെ തുണി ഉടുത്തുകൊണ്ട് ഉളൂ ബാത്തിലാകുന്നില്ല, നിസ്കാരം ബാത്തിലാകുന്നില്ല. ആ മസ്അല അറിയാഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഓ സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫത്ഹുൽ മുഈൻ ഓതിയിട്ടില്ലെന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. എല്ലാ ഫത്ഹുൽ മുഈനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കി ഉണ്ടാക്കിയതല്ലാതെ ഒരു ഇമാമിനും ഒരു കിതാബും ഇല്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെരിയാണിയുടെ ചോടെ തുണി ഉടുത്ത് നിസ്കരിച്ചതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുമെന്ന് വിധിക്കുകയല്ല, മറിച്ച് അവന്റെ നിസ്കാരം പരിപൂർണമായിട്ടില്ല. പൂർണ്ണമായ നിസ്കാരമാകണമെങ്കിൽ ഒന്നുകൂടി അവന്റെ വുളു എടുത്തിട്ട് തന്നെ അവന്റെ ശരീരത്തിലുള്ള അവയവങ്ങൾ തന്നെ, അവന്റെ കാലും അവന്റെ മുഖവും അവന്റെ കൈയും അവന്റെ തലയുമൊക്കെ ഒന്നുകൂടി വുളു എന്ന് പറയുന്ന ശുദ്ധീകരണത്തിലൂടെ ഫിൽട്ട് ചെയ്തിട്ട് വേണം, ശുദ്ധീകരിച്ചിട്ട് വേണം ഇവന്റെ നിസ്കാരം നടക്കാൻ. കാരണം ഇവൻ നെരിയാണിയുടെ ചോടെ തുണി ഉടുത്ത് നിസ്കരിച്ചതുകൊണ്ട് അവന്റെ കാലും ഒന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അത് ഒതുവെടുക്കുന്ന സമയത്ത് പാപങ്ങൾ കഴുകിപ്പോകുമല്ലോ. ആ പാപം ഒതുവിലൂടെ കഴുകി വൃത്തിയാക്കി ഫിൽട്ട് ചെയ്തുകൊണ്ട് വേണം റബ്ബിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ. ഇത് ആത്മീയമായ ചിന്തയാണ്, ആത്മീയമായ ഉപദേശമാണ്. അതുകൊണ്ട് തന്നെ
നമ്മൾ നെരിയാണിയുടെ ചുവടെ തുണിയുമെടുത്ത് ഒരിക്കലും നടക്കാൻ പാടില്ല. നിസ്കരിക്കുന്ന സമയത്ത് തീരെ പാടില്ല. ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വേണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കക്ഷികളോട് അല്ല മിണ്ടൂല. അല്ലാഹു തആല 3 കക്ഷികളിലേക്ക് നോക്കൂല. അല്ലാഹു തആല 3 കക്ഷികളെ ശുദ്ധീകരിക്കൂല. വലഹും അദാബുൻ അലീം, അവർക്ക് ഭയാനകമായ വളരെ വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷയുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞ കാര്യം 3 പ്രാവശ്യം പറഞ്ഞപ്പോ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഖാബൂ വ ഖസിറൂ, അവര് നഷ്ടപ്പെട്ടു പോയല്ലോ നബിയെ, അവര് പരാജയപ്പെട്ടു പോയല്ലോ നബിയെ. മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയേ? അപ്പോഴാ മറുപടി, അൽ മുസ്ബിലു, എരിയാണിയുടെ ചുവടെ തുണിയെടുത്ത് അഹങ്കാരം പ്രകടിപ്പിച്ച് നടക്കുന്ന മനുഷ്യൻ. വൽ മന്നാൻ, ആർക്കെങ്കിലും എന്തെങ്കിലും സദഖ കൊടുക്കുകയോ ഉപകാരം ചെയ്യുകയോ ചെയ്തെങ്കിൽ അതിങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഞാനാണ് അവന് വിസ കൊടുത്തത്, ഞാനാണ് അവന് പണിയാക്കി കൊടുത്തത്, ഞാനാണ് അവനെ വിദേശത്ത് കൊണ്ടുപോയത്, ഞാനാണ് അവന്റെ വീട്ടിന് പിരിവെടുത്ത് കൊടുത്തത്, ഞാനാണ് അവന്റെ വീടുണ്ടാക്കാൻ ഞാൻ സഹായിച്ചു കൊടുത്തത്, ഞാനാണ് അവന്റെ പെങ്ങളെ നിക്കാഹിന് ആളെ ശരിപ്പെടുത്തി കൊടുത്തത്, ഞാനാണ് അവന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തത്, ഞാനാണ് അയാൾ കുടുങ്ങിയ സമയത്ത് കടം വീട്ടാനുള്ള സംഖ്യ ഉണ്ടാക്കി കൊടുത്തത് എന്നിങ്ങനെ ചെയ്ത ഉപകാരം എടുത്തു പറയുന്ന, അള്ളാ എനിക്ക് തന്ന തൗഫീഖാണെന്ന് ചിന്തിക്കുന്നതിന് പകരം അതെന്റെ പവർ കൊണ്ട് ചെയ്തതാണെന്ന് ചിന്തിക്കുന്ന അഹങ്കാരിയില്ലേ? എന്റെ പവർ കൊണ്ട് ഞാനത് ചെയ്തു എന്ന് ചിന്തിക്കുന്ന അഹങ്കാരം മനസ്സിലുള്ള ചെയ്ത ഉപകാരം എടുത്തു പറയുന്ന മനുഷ്യനില്ലേ? അവനാണ് രണ്ടാമത്തവൻ. മൂന്നാമത്തത് വൽ മുൻഫിഖു സല്ലതഹു ബിൽ ഹലഫിൽ കാദിബ്, കള്ള സത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിൽക്കുന്നവരാണ് കേട്ടോ. അല്ലാഹുവിനെ മുൻനിർത്തി അവന്റെ ദുനിയാവിലെ ലാഭം കിട്ടാൻ വേണ്ടി സത്യം കള്ള സത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിറ്റ് കാശുണ്ടാക്കുന്നവൻ, കള്ള സത്യം ചെയ്ത് കച്ചവടം ചെയ്യുന്നവൻ, അവനാണ് മൂന്നാമത്തവനെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ നിര്യാണിയുടെ ചുവടെ തുണി ഉടുക്കുക എന്ന ഏർപ്പാട് തന്നെ വളരെ മോശമാണ്. അപ്പൊ നമ്മള് തുണി ഉടുക്കേണ്ടതുപോലെ ഉടുക്കണം. അത് മുട്ടുപൊക്കളിനിടയിൽ മറയണം. പുരുഷന്മാരുടുക്കുന്ന തുണി മുട്ടുപൊക്കളിനിടയിൽ നിർബന്ധമായും മറയണം. പൊക്കിൾ മറക്കാതെ ചില ആളുകൾ തുണി ഉടുക്കും. അങ്ങനെ തുണി ഉടുക്കരുത്, പൊക്കിൾ മറക്കണം. അതുപോലെ ചിലര് പേന്റ് ധരിക്കും, ബനിയൻ ഇട്ടിട്ടും ഉണ്ടാവില്ല. പേന്റ് ധരിക്കുന്ന ഒരു നിലക്ക് സന്തോഷമാണ്, കാരണം എന്നാ മടക്കി കുത്തൂല. ചില ആളുകൾ പാന്റ് ഉടുക്കൂല, തുണി ഉടുക്കും, എന്നിട്ട് മടക്കി കെട്ട് കുത്തും, എന്നിട്ട് തുടയും കാണിച്ചിങ്ങനെ നടക്കും. കടുത്ത ഹറാം. തൊട ഔറത്തിൽപ്പെട്ടതാണ്, അത് നോക്കൽ ഹറാമാണ്, കാണിക്കൽ ഹറാമാണ്. പക്ഷെ ഒരു ബോധമില്ലാതെ ചില മനുഷ്യന്മാര് തുണി ഇങ്ങനെ മേലോട്ട് അങ്ങോട്ട് മടക്കി കുത്തും. മടക്കി കുത്തല് മാത്രമല്ല, പിന്നെ ചിലപ്പോ പോയിട്ട് സുബ്ഹാനല്ലാഹ് ചില കുനിയലും ഒരു നീലലൊക്കെ കുടിച്ചാൽ എന്നാ പിന്നെ പറയും വേണ്ട. അതുകൊണ്ട് പേന്റ് ഉടുക്കുന്നത് സന്തോഷമാണ്, എന്നാ മടക്കി കുത്തൂലല്ലോ. പക്ഷേ ആ പേന്റ് ഉടുക്കുന്നവരും ശ്രദ്ധിക്കണം, തുണി ഉടുക്കുന്നവരും ശ്രദ്ധിക്കണം. ഔറത്ത് മറക്കുന്ന സമയത്ത് മേൽഭാഗത്ത് നിന്ന് താഴോട്ട് മറക്കണമെന്നാണ്. അപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോ പലരുടെയും പുറത്ത് ഇങ്ങനെ ഒരു ചെറിയ ചാല് കാണാം, ഒരു വെള്ളം വലിച്ചു പോകാൻ പറ്റുന്നതിനുള്ളൊരു ചാല് കാണാം. ആ ചാല് മധ്യത്തിലുണ്ടാകും. നമ്മൾ ബനിയനും കൂടി ധരിച്ചിട്ടില്ലെങ്കിൽ, പേന്റാണ് ധരിച്ചതെങ്കിൽ അല്ലെങ്കിൽ തുണിയാണ് ഉടുത്തതെങ്കിൽ, ആ ചാലിന്റെ ഉള്ളിലൂടെ താഴോട്ട് കാണുമെങ്കിൽ, മുട്ടുപൊക്കലിനിടയിൽ വരുന്ന പരിധിയിൽപ്പെട്ട താഴോട്ടുള്ള സ്ഥലം കാണുമെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുകയാണ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം ബാത്തിലായി കൂടാ. ഇപ്പോൾ നമ്മളിൽ പലരും ധരിക്കുന്ന ചെറിയ കുപ്പായം. ഇപ്പൊ നമുക്ക് എല്ലാ സംഗതിക്കും പൈസ നമ്മളെ കയ്യിൽ ധാരാളമുണ്ട്. കുപ്പായത്തിന്റെ തുണിക്ക് മാത്രം വലിയ ഞെരുക്കമാണ്. മറ്റുള്ളതിനൊക്കെ പണം കയ്യിൽ ധാരാളമുണ്ട്. അവനവന്റെ കുപ്പായത്തിന്റെ തുണിക്കിപ്പം വലിയ ഞെരുക്കമാണ്. അങ്ങനെ വളരെ ചെറിയ കുപ്പായം ധരിച്ച്, എന്നിട്ട് പേന്റും ധരിച്ചോ തുണിയും ധരിച്ചോ നിസ്കരിക്കുമ്പോ, റുക്കൂ ചെയ്യുമ്പോഴോ സുജൂദ് ചെയ്യുമ്പോഴൊക്കെ ആ കുപ്പായം അങ്ങ് കയറിപ്പോവുകയും കൂടി ചെയ്താൽ പലപ്പോഴും പലരുടെയും പൊക്കിളിന്റെ ചുവടെയുള്ള സ്ഥലം വെളിച്ചത്ത് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിസ്കാരം ബാത്തിലാകുന്നുണ്ടെന്ന ബോധം മുസ്ലിം ചെറുപ്പക്കാരെ നമുക്കുണ്ടാകണം കേട്ടോ. ഇനി ഞാൻ സഹോദരിമാരോട് പ്രത്യേകം പറയുകയാണ്,
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഔറത്താണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം മറച്ചുകൊണ്ട് നിസ്കരിക്കൽ നിർബന്ധമാണ്. അത് അവരൊറ്റക്കൊരു റൂമിൽ വെച്ച് വാതിലും അടച്ച് അവര് മാത്രമുള്ള റൂമിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിലും മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കി മുഴുവൻ സ്ഥലവും മറക്കൽ നിർബന്ധമാണ്. അങ്ങനെ വരുമ്പോൾ മുഖം എന്ന് പറയുന്നത് എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മുഖം എന്ന് പറയുന്നത് അഭിമുഖമായി നിൽക്കുന്ന സ്ഥലത്തിനാണ് എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്ക് നമ്മുടെ തലയിലുള്ള മുടി മുളക്കുന്ന സ്ഥലം അതിന്റെ മേലെ അതിർത്തിയാണ്. താടിയെല്ലിന്റെ ഇങ്ങേ അറ്റം അതിന്റെ താഴെ അതിർത്തിയാണ്. ഈ താടിയെല്ലിന്റെ അറ്റത്തിന്റെ താഴെ ഉള്ള സ്ഥലം താടിയെല്ലിന്റെ നേരെ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അഭിമുഖമായി നിൽക്കുമ്പോൾ കാണുന്ന സ്ഥലം, അതിന്റെ ഏറ്റവും ലാസ്റ്റ് അവിടെ മുഖത്തിന്റെ അതിര് തീർന്നു. അതിന്റെയും ചുവടയാണ് പല സ്ത്രീകളും മക്കനയിടുന്ന സമയത്ത് മക്കന ധരിക്കുന്നത്. അതിന്റെ ചുവടയുള്ള സ്ഥലം, താടിയെല്ലിന്റെ ചുവടയുള്ള സ്ഥലം കാണുന്ന രൂപത്തിലാണ്. അപ്പോൾ അത് നിസ്കാരം ബാത്തിലാകാൻ കാരണമാവുകയാണ്. ഹജ്ജിന് പോകുന്ന സമയത്ത് തവാഫും ബാത്തിലാകാൻ കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അഭിമുഖമായി ഇങ്ങനെ നമ്മൾ അഭിമുഖമായി നിൽക്കുമ്പോൾ നേരെ കാണുന്ന സ്ഥലം ഒഴിച്ച് ബാക്കിയുള്ള താഴോട്ടുള്ള സ്ഥലങ്ങൾ മറക്കൽ നിർബന്ധമാണെന്ന് സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പലപ്പോഴും നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോകും, തവാഫും നഷ്ടപ്പെട്ടു പോകും. ഇതുപോലെ മേൽഭാഗത്ത് ഒരു രോമമെങ്കിലും ഒരു മുടിയെങ്കിലും പുറത്ത് കണ്ടാൽ അതുകൊണ്ടും നിസ്കാരം ബാത്തിലായി പോകും. അതുകൊണ്ട് അല്പം നെറ്റിയിലേക്ക് കയറ്റിയും അതുപോലെ മക്കന ധരിക്കുമ്പോൾ അല്പം താടിയുടെ മേലോട്ട് കയറ്റിയും മക്കന ധരിച്ചാൽ ഈ പ്രശ്നം ഒഴിവായി കിട്ടുന്നതാണ് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു സഹോദരിമാരോട്. ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകാൻ പലപ്പോഴും കാരണമായി പോകും. ഇതുപോലെ സഹോദരന്മാരെ, നമ്മൾ ഔറത്ത് മറക്കുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പുരുഷന്മാര് ചുമല് മറക്കാതെ നിസ്കരിക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ്. ചുമല് മറച്ചിരിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തല തുറന്നിട്ടുകൊണ്ട് നിസ്കരിക്കാറില്ല. ഇഹ്റാം കെട്ടിയിട്ടുള്ള സമയത്തല്ലാതെ തല തുറന്നിട്ടുകൊണ്ട് നിസ്കരിക്കാറില്ലെന്ന് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറഞ്ഞത് കാണാം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഫതുഹുൽ മുഈനിലും നിങ്ങൾക്ക് കാണാം തല തുറന്നിട്ടുകൊണ്ട് നിസ്കരിക്കുന്നതും ചുമല് തുറന്നിട്ടുകൊണ്ട് നിസ്കരിക്കുന്നതും വിരോധിക്കപ്പെട്ടതാണ്. തല മറക്കാതെ നിസ്കരിക്കുന്നവരായി നമ്മൾ അതപ്പതിച്ചു പോകരുത്. തല തുറന്നിട്ട് നിസ്കരിക്കുന്ന ഏർപ്പാട് വാസ്തവം പറഞ്ഞാൽ അമേരിക്കക്കാരനോടും ബ്രിട്ടീഷുകാരനോടുമുള്ള തുടർച്ചയാണ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള തുടർച്ചയല്ല. തല തുറന്നിട്ടുകൊണ്ട് കർമ്മം നിർവഹിക്കുന്ന കക്ഷികൾ അത്തരത്തിലുള്ള ഇംഗ്ലീഷുകാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതേ സമയത്ത് അറബി വംശത്തിൽ ജനിച്ച് അറബികളുടെ നേതാവായി, ലോകത്തിന് മുഴുവനും നേതാവായി പ്രവർത്തിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലമറച്ചുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കാറുള്ളത്. അതുകൊണ്ട് പുരുഷന്മാരെ, ഫതുഹുൽ മുഈനിൽ പറഞ്ഞ ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. നമുക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തലമറക്കൽ ഒരു അലങ്കാരമാണ്. അതുകൊണ്ടാണ് ഫതുഹുൽ മുഈനിൽ പറഞ്ഞത്, അതാ പണ്ഡിതന്മാർ തലമറക്കാതെ അങ്ങാടിയിലൂടെ തല തുറന്നിട്ട് നടക്കുന്ന പണ്ഡിതനാണെങ്കിൽ ഒരു സാക്ഷിക്ക് പോലും ആ പണ്ഡിതൻ പറ്റുകയില്ലെന്ന് ഫതുഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം തലമറക്കൽ അത്രയും വ്യക്തിത്വത്തിന്റെ മേലറിയിക്കുന്ന മനുഷ്യന്റെ വ്യക്തിത്വം പിടിച്ചു നിർത്തുന്ന ഒരു വിഷയമാണ് തലമറക്കൽ. പണ്ഡിതന്മാരാകുമ്പോ അവര് തലമറക്കാതെ അങ്ങാടിയിലൂടെ നടന്നാൽ അവരെ സാക്ഷിക്ക് പോലും പറ്റാത്ത അവസ്ഥ വരുമെന്ന് ഫതുഹുൽ മുഈനിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാധാരണക്കാരോ? അങ്ങാടിയിൽ വെച്ച് ജീപ്പിലും കാറിലും ഒക്കെ പോകുന്ന ഡ്രൈവർമാരും ക്ലീനർമാരും
മാർക്കറ്റിൽ ജോലിയെടുക്കുന്നവരും ചുമട്ട് തൊഴിലാളികളും അങ്ങനത്തെ കക്ഷികൾക്ക് പലപ്പോഴും തല തുറന്നിടേണ്ടി വരും. അവർക്ക് പലപ്പോഴും തലയെ കെട്ടി നടക്കാൻ പ്രയാസം വരും. അതുകൊണ്ട് അത്തരക്കാർ തല മറച്ചിട്ടില്ലെങ്കിലും അവർ സാക്ഷിക്ക് പറ്റാത്ത പ്രശ്നം വരുന്നില്ല. അതേസമയം ജനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ജനങ്ങൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടവർ അവർ തലമറക്കാതെ അങ്ങാടിയിലൂടെ നീങ്ങിയാൽ അവരുടെ വ്യക്തിത്വത്തിനത് ക്ഷതം വരുത്തുമെന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് അത് സാധാരണക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും തലമറച്ചുകൊണ്ട് തന്നെ നിസ്കാരം നിർവഹിക്കണമെന്നും നിസ്കരിക്കുന്ന സമയത്ത് നാം പ്രത്യേകം ഭക്തി ലഭിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ധാരാളം വിഷയങ്ങൾ, അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാം. ഫതുഹുൽ മുഈനിൽ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ അത്തരം വിഷയങ്ങൾ പറഞ്ഞു. ഭക്തിയുള്ള നിസ്കാരത്തെ സംബന്ധിച്ച് നാം മെനിഞ്ഞാന്ന് കുറെ സമയം സംസാരിച്ചു. 2 ദിവസം മുമ്പ് കുറെ സമയം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അന്നത്തെ പ്രസംഗിക്കുന്ന സമയത്ത് അനിഷ്ടകരമായ പല കാര്യങ്ങളും ടൗണിൽ നടന്നതുകൊണ്ട്, ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ നാദാപുരത്ത് നടക്കാതിരിക്കട്ടെ, നടന്നതുകൊണ്ട് പലരുടെയും ശ്രദ്ധ അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അവരോട് ഞാൻ പറയുന്നു, പ്രസംഗത്തിന്റെ CD നിങ്ങളൊക്കെ വാങ്ങി കേൾക്കണം. അതിൽ ഭക്തിയുടെ ഗൗരവത്തെ സംബന്ധിച്ച് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മറ്റും വിശദീകരിച്ച ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ബാക്കി വെച്ചതായിരുന്നു നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യസാലുല്ലാഹു അസ്സ വജല്ല മുഖ്ബിലൻ അലൽ അബ്ദി വഹുവ ഫീ സ്വലാത്തിഹി മാ ലം യൽതഫിത് ഫൈദ ഇൽതഫത ഇൻസറഫ അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി സംഭാഷണം നടത്താൻ അടിമ അവന്റെ മുന്നിലേക്ക് വന്ന സമയമല്ലേ നിസ്കാര സമയം. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അല്ലാഹു അവനിലേക്ക് തിരിഞ്ഞവനാണ്. അല്ലാഹു അവന് റഹ്മത്ത് ചെയ്യാനും അവനെ സ്വീകരിക്കാനും അവനിലേക്ക് മുന്നിട്ടവനാണ് അല്ലാഹു തആല. മാലം യൽതഫിത്, അവൻ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ, ഈ നിസ്കരിക്കുന്ന മനുഷ്യൻ മറ്റൊന്നിലേക്ക് അവന്റെ ദൃഷ്ടി പതിച്ചാൽ, മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ, ഫൈദൽ തഫത ഇൻസറഫ അൻഹു, അല്ലാഹു ജല്ല ജലാലുഹു അവനിലേക്ക് മുന്നിട്ടുകൊണ്ട് സ്വീകരിക്കാൻ നിൽക്കുന്ന റബ്ബ് അവനെ തൊട്ട് പിരിഞ്ഞു കളയുന്നതാണ്. കാരണം ഇവന്റെ നിസ്കാരം എനിക്ക് സമർപ്പിക്കുകയല്ലല്ലോ, ഇവൻ അതിനിടയ്ക്ക് വേറോരോന്ന് നോക്കുകയല്ലേ. ഇതാണ് അല്ലാഹു തആല പിരിഞ്ഞു കളയുമെന്ന് പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിന്റെ സ്ഥലത്ത് തന്നെ നോക്കുകയല്ലാതെ അപ്പുറത്തും ഇപ്പുറത്തും ഒരിക്കലും നമ്മുടെ ദൃഷ്ടി പതിഞ്ഞു പോകാതിരിക്കാൻ ശ്രമിക്കണം. ഇതുകൊണ്ട് തന്നെ ഒരു ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, ലയന്തഹിയന്ന അഖ്വാമുൻ അൻ റഫഇഹിം അബ്സാറഹും മിൻ ദുആഇ ഫി സ്വലാത്തി ഇല സമാ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മേൽഭാഗത്തേക്ക് ഒരു മനുഷ്യന്റെ കണ്ണും ഉയർന്നു പോകരുത്. അങ്ങനെ ഉയരുന്ന വല്ലവരുമുണ്ടെങ്കിൽ അവരത് നിർത്തിക്കൊള്ളണം. സാധാരണ നിലക്ക് നിങ്ങൾക്കറിയാം, സാധാരണ നിലക്ക് ഒരാൾ ദുആ ചെയ്യുമ്പോ ഖിബിലയിലേക്ക് തിരിഞ്ഞ് ദുആ ചെയ്യലാണ് സുന്നത്ത്. കൈ മേൽപോട്ട് ഉയർത്തിയിട്ട് ദുആ ചെയ്യലാണ് സുന്നത്ത്. എന്നാ സഹോദരന്മാരെ, നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്ന സമയത്ത് കൈ ഉയർത്തൽ സുന്നത്തുണ്ട്. അതേ സമയത്ത് മറ്റുള്ള സമയത്തുള്ള ദുആകളിലൊന്നും കൈ ഉയർത്താൻ പാടില്ല. കൈ ഉയർത്താതെ തന്നെയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. കാരണം അല്ലാഹുമായുള്ള സംഭാഷണത്തിൽ സുജൂദിന്റെ സ്ഥാനത്ത് നോക്കിയുള്ള നൃത്തമാണ്. അപ്പൊ കൈ തന്നെ അവിടെ ഉയർത്തേണ്ടതില്ലെന്നാണ്. എന്നാൽ സാധാരണ നിലക്ക് ദുആ ചെയ്യുമ്പോൾ കണ്ണ് മേൽപോട്ട് ഉയർത്തുന്നതിന്റെ വിധി എന്താണ്? വുദുവിന്റെ ശേഷമുള്ള ദുആ നടത്തുന്ന സമയത്ത് കൈ മേൽപോട്ട് ഉയർത്തുന്നതോടുകൂടി കണ്ണും കൂടി മേൽപോട്ട് ഉയർത്തുന്നത് വുദുവിന്റെ ശേഷമുള്ള ദുആ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതത്വഹിരീന വജ്അൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് വുദുവിന് ശേഷം നടത്തുന്ന ദുആ. ആ ദുആ നടത്തുന്ന സമയത്ത് കണ്ണുകൂടി മേൽപോട്ട് ഉയർത്തൽ നല്ലതാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ലാത്ത ദുആകൾ,
സാധാരണ നിലക്ക് നമ്മൾ ചെയ്യുന്ന ദുആകൾ നിസ്കാരത്തിന്റെ പുറത്ത് സാധാരണ നമ്മൾ നടത്തുന്ന ദുആകൾ, ആ സമയത്ത് കണ്ണ് മേൽപോട്ട് ഉയർത്തുന്നതിന്റെ വിധി എന്താണ്? പണ്ഡിതന്മാർക്കിടയിൽ അതിൽ രണ്ടഭിപ്രായമാണ്. ഇമാം സുറൈഹുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ള ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം സാധാരണ നിലക്ക് ദുആ ചെയ്യുമ്പോൾ കണ്ണ് മേൽപോട്ട് ഉയർത്തുന്നത് കറാഹത്താണെന്നാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഖിബല, ദുആ നടത്തുന്നതിന്റെ ഖിബലയാണ് ആകാശം. അതുകൊണ്ട് ദുആ നടത്തുമ്പോൾ മേൽപോട്ട് കണ്ണുയർത്തുന്നതിന് കറാഹത്തില്ല, അനുവദനീയമാണ്, ജായിസാണെന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ദുആ ചെയ്യുന്ന സമയത്ത് മേൽപോട്ട് കണ്ണുയർത്തി ദുആ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ആക്ഷേപിക്കേണ്ടതില്ല. കാരണം എന്തുകൊണ്ട്? ആ ദുആ നടത്തുന്ന സമയത്ത് അത് അനുവദനീയമാണെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. പക്ഷേ കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുള്ളത് കൊണ്ട് സാധാരണ നിലക്കുള്ള ദുആക്ക് മേൽപോട്ട് കണ്ണുയർത്താതെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, എന്നാൽ നിസ്കാരത്തിൽ ദുആ നടത്തുന്ന സമയത്ത് മേൽപോട്ട് കണ്ണുയർത്തുന്നത് അത് വലിയ ഒരു മോശമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിസ്കാരത്തിൽ പ്രാർത്ഥന നടത്തുമ്പോ മേൽപോട്ടേക്ക് കണ്ണുയർത്തുന്ന ഏർപ്പാട് അത് ചെയ്യുന്നവര് നിർത്തട്ടെ. അതേ, അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ നഷ്ടപ്പെടട്ടെ, അവരുടെ കണ്ണുകൾ പറ്റിയെടുക്കപ്പെടട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണ് നഷ്ടപ്പെടാൻ കാരണമാകുന്ന വിധത്തിൽ അപകടകരമായ ഒരു പ്രവർത്തനമാണ് നിസ്കാരത്തിൽ മേൽപോട്ട് കണ്ണുയർത്തുന്നത്. അപ്പൊ പിന്നെ എവിടെ നോക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞു, സുജൂദിന്റെ സ്ഥാനത്ത് തന്നെ നോക്കി നിസ്കരിക്കണം. അപ്പോഴാണ് മനുഷ്യന് ഭക്തി ഉണ്ടാകുന്നത്. അപ്പുറവും ഇപ്പുറവും കണ്ണ് തിരിഞ്ഞാൽ, പള്ളിന്റെ ചുമരുമലേക്ക് നോക്കിയാൽ, മിമ്പറിന്റെ ഭംഗി കൊള്ള നോക്കിയാൽ, അതുപോലെ തന്നെ മറ്റുള്ള പെയിന്റ് കൊള്ള നോക്കിയാൽ, അതുപോലെ മറ്റു സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, അപ്പുറം ഇപ്പുറം ആരാ വരുന്നതെന്ന് ചിന്തിച്ചാൽ നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുകയാണ്. നമ്മുടെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കി നിൽക്കണം. നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ വിചാരിച്ചാൽ കഴിയുന്ന കാര്യമില്ലേ അത്? സുജൂദിന്റെ സ്ഥാനത്ത് തന്നെ നോക്കുക എന്നുള്ളത്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഭക്തി അല്ലാഹു തആല തരും. അതുകൊണ്ട് ഭക്തി ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് കണ്ണ് മറുഭാഗങ്ങളിലേക്കൊന്നും തിരിക്കാതെ നമ്മൾ സുജൂദിന്റെ സ്ഥാനത്ത് തന്നെ നോക്കുക. ഇനി മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തരുന്നു. ലാ സലാത്ത ബിഹദറത്തി ത്വആമിൻ വലാ ഹുവ യുദാഫിഉൽ അഖ്ബഥാൻ. ഒരിക്കലും തന്നെ ഭക്ഷണം തയ്യാറായി നിൽക്കുകയും ഭക്ഷണം കഴിക്കണമെന്ന് നിനക്ക് തോന്നുകയും ചെയ്യുന്ന സമയം, അതുപോലെ നിനക്ക് മലമൂത്ര വിസർജനത്തിനോ അല്ലെങ്കിൽ കീവായു പോകാനോ നിനക്ക് മുട്ടുന്ന സമയം, അതേ ആ സമയത്ത് നിസ്കരിക്കുന്നത് ആ നിസ്കാരം ശരിയായ നിസ്കാരമല്ല, അഥവാ പൂർണ്ണമായ നിസ്കാരമല്ല. ലാ സലാത്ത, നിസ്കാരമില്ല. ബിഹദറത്തി ത്വആമിൻ, ഭക്ഷണത്തിന്റെ മുന്നിൽ നിസ്കാരമില്ല. നിനക്ക് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നു, ഭക്ഷണം തയ്യാറായി നിൽക്കുന്നു, എന്നാ നീ നിസ്കരിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കുകയാണ് വേണ്ടത്. എന്താ കാരണം? നിന്റെ നിസ്കാരത്തിൽ ഭക്ഷണം കൊള്ളേ, വിശപ്പ് കൊള്ളേ, നിന്റെ ശ്രദ്ധ തിരിഞ്ഞു പോകാതിരിക്കാൻ ആ ഭക്ഷണം നീ ആദ്യം അങ്ങ് കഴിച്ചേക്കണം. നന്നായി ദാഹിക്കുന്നുണ്ടോ, വെള്ളമുണ്ടോ, കുടിച്ചിട്ട് നിസ്കരിച്ചേക്കണം. ഇതുപോലെ മലമൂത്ര വിസർജനത്തിന് മുട്ടുന്ന സമയത്ത് അത് ചെയ്തതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത്. ചില ആളുകൾ ഒതുവെടുക്കൽ ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിസ്കരിച്ചിട്ട് മുദ്രയ്ക്കാൻ പോകാൻ വിചാരിക്കുന്നത് മഹാവിഡിത്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ സമയത്ത് നിസ്കാരം ഇല്ലാന്ന് എന്ന് പറഞ്ഞാൽ അവന്റെ നിസ്കാരം ശരിയായ നിസ്കാരം ആവൂല, പൂർണ്ണ നിസ്കാരം ആവൂല. അതുകൊണ്ട് വിസർജിച്ച് ഒതുവെടുത്തിട്ട് നിസ്കരിക്കണം. ആ നിസ്കാരത്തിന് ഭക്തി കിട്ടും, അല്ലെങ്കിൽ ഇതിന്റെ ശ്രദ്ധയൊക്കെ മറ്റൊരു ഭാഗത്താവും. അപ്പൊ നിസ്കരിക്കുന്നതിന് മുമ്പ് വിസർജിച്ചതിന് ശേഷമാണ് വേണ്ടത്. ഹദീസിൽ 2 അശുദ്ധി മുട്ടുന്ന സമയം എന്നാ പറഞ്ഞത്. പണ്ഡിതന്മാർ അതിൽ മനസ്സിലാക്കി പറഞ്ഞു, 2 അശുദ്ധി പോലെ തന്നെ അശുദ്ധിയാണല്ലോ കീവായി പോകുന്നത്, അതിന് മുട്ടിയാലും അത് കഴിഞ്ഞിട്ട് ഒന്നുകൊടുത്ത് നിസ്കരിക്കാണ് വേണ്ടത്. കാരണം മനസ്സ് പൂർണ്ണമായി നിസ്കാരത്തിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കണം. നിസ്കാരം ഖദാ ആയി പോകുമെന്ന് കണ്ടാൽ
നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് നിസ്കാരം ഖളായി പോകും, അല്ലെങ്കിൽ വിസർജിക്കുമ്പോഴേക്ക് നിസ്കാരം ഖളായി പോകുമെന്ന് കണ്ടാൽ നാം നിസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത്. നിസ്കാരം ഖളാക്കാൻ പാടില്ല. നിസ്കരിച്ചതിന് ശേഷം അത് നിർവഹിക്കുകയാണ് വേണ്ടത്. എന്നാൽ നിസ്കാരം ഖളായി പോകും, പക്ഷേ വിസർജിക്കാതെ നിസ്കരിച്ചാൽ നിസ്കാരത്തിൽ തന്നെ വിസർജിച്ചു പോകുന്ന കണ്ടാലോ, എന്നാ പിന്നെ വിസർജിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടത്, വൃത്തിയേടാക്കാൻ പോകരുത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ മുന്നിൽ ഒരു വസ്തു അവൻ വെക്കണം എന്ന് പറഞ്ഞാൽ വെച്ച വസ്തുവിന്റെ അടുത്ത് പോയി നിസ്കരിക്കണം, അല്ലെങ്കിൽ അവൻ വെക്കണം. ഹദീസിൽ കാണാം, ഇദാ സല്ല അഹദുകും, നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഫൽയജ്അൽ അമാമ വജ്ഹിഹി ശൈആ, നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ മുന്നിൽ ഒരു വസ്തു അവൻ ആക്കി വെക്കണം. അങ്ങനെ ഒരു ചുമരിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ, നമ്മള് ചുമരിന്റെ അടുത്ത് മുമ്പിൽ ചുമരുണ്ടല്ലോ, ആ ചുമരിന്റെയും അവന്റെയും ഇടയ്ക്ക് 3 മുഴത്തേക്കാൾ കൂടുതൽ വരാത്ത ദൂരത്തിൽ അവൻ നിൽക്കുകയും വേണം. അങ്ങനെ നിന്നുകൊണ്ട് ചുമരിന്റെ അടുത്ത് പോയി നിസ്കരിക്കുക. ചിലർക്ക് പള്ളിയുടെ നടുവിൽ നിന്ന് നിസ്കരിക്കുന്നത് കാണും, പള്ളിയുടെ മധ്യത്തിൽ നിന്ന് നിസ്കരിക്കുന്നതാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ നിസ്കരിക്കുന്ന പല നാട്ടുകാരുണ്ടാവും. അത് കണ്ടുവന്നിട്ട് ഇവിടെയും ചിലർ അത് തീരെ പരിഗണിക്കാതെ നിസ്കരിക്കുന്നത് കാണും. പിന്നെ കൂടുതൽ ആളുള്ള സമയത്ത് സൗകര്യമില്ലാത്തതുകൊണ്ടാണ് കുഴപ്പമില്ല. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുമ്പോ മുന്നിൽ തന്നെ പോയി നിസ്കരിക്കാൻ കഴിയില്ല, ഒരുപാട് ആളുണ്ടാവില്ലേ. അപ്പൊ പിന്നെ മുന്നിലുള്ള ആളെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ പരിഗണിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരുണ്ടാകാം. അതേ സമയത്ത് അല്ലാതെ നമ്മൾ ഒരു പള്ളിയിൽ കയറിയിട്ട് മധ്യത്തിൽ നിന്ന് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവന്റെ മുന്നിൽ ഒരു വസ്തു ആക്കണം. ഫത്ഹുൽ മുഈനിൽ നമുക്ക് കാണാം, ഒരു ചുമര് അല്ലെങ്കിൽ ഒരു തൂണ്, ഇങ്ങനെ നിശ്ചലമായി ശരിക്കും നിൽക്കുന്ന ഒരു വസ്തു. ആ വസ്തുവിന് 1 മുഴത്തിന്റെ 3/2 ഉയരമുണ്ടാകുക എന്നത് പരിഗണിക്കപ്പെടേണ്ടതാണ്. എന്നിട്ട് അവൻ നിൽക്കുമ്പോൾ 3 മുഴത്തിനേക്കാൾ ചുരുങ്ങിയ സ്ഥലത്ത് നിൽക്കുകയും ചെയ്യാം. ആ മറയും ഇവനും തമ്മിലുണ്ടാകുന്ന ദൂരം, അങ്ങനെ നിന്നുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ മറ വെക്കുമ്പോൾ തന്നെ അത് നേരെ മുന്നിലാകാതെ അല്പം ഇടത്തോ വലത്തോ ആകുന്നത് നല്ലതാണെന്നും ഫത്ഹുൽ മുഈൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ മുന്നിലൊരു മറ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ ഫൈലം യജിദ് ഫൽയൻസിബ് അസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ അവനൊരു മറ, ഒരു ചുമരോ തൂണോ അങ്ങനെയുള്ള വസ്തുക്കൾ ഇല്ലെങ്കിൽ അവൻ പള്ളിയിൽ വടി നാട്ടി വെക്കണമെന്ന്. അപ്പൊ നമ്മളെ പള്ളിയിൽ ഇപ്പം വടി കുഴിച്ചിടാൻ കഴിയൂല. പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്ന പള്ളി നമ്മളെ പള്ളി പോലെ കാർപ്പറ്റ് പതിച്ച, അല്ലെ ഗ്രാനൈറ്റ് പതിച്ച, മാർബിൾ പതിച്ച, സിമന്റ് ഇട്ട പള്ളിയല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്തുള്ള പള്ളി വെറും മണല് ഭൂമിയാണ്. ആ ഭൂമി പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ടാൽ അത് പള്ളിയായി. പള്ളിക്ക് ഗ്രാനൈറ്റ് വേണമെന്നില്ല, പള്ളിക്ക് കാർപ്പറ്റ് വേണമെന്നില്ല, പള്ളിക്ക് സിമന്റ് വേണമെന്നില്ല, മണ്ണ് ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഹദീസിൽ നമുക്ക് കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്ർ ആണെന്നുള്ള ലക്ഷണം കണ്ട ദിവസം സുബ്ഹി നിസ്കാരത്തിന് സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ നെറ്റിയിൽ ചളി പുരണ്ടിരുന്നു, മഴ കൊണ്ട് എന്ന് കാണാം. അതുപോലെ മറ്റു ചില സമയങ്ങളിലും അവിടുത്തെ നെറ്റിയിൽ ചളി പുരണ്ടിരുന്നു എന്ന് കാണാം. കാരണം അന്നത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഇന്നത്തതുപോലെ മിനാരങ്ങളും ഇന്നത്തതുപോലെ ഖുബ്ബകളും ഇന്നത്തതുപോലുള്ള ആഡംബരങ്ങളും ഉള്ള പള്ളിയല്ല. എന്ന് മാത്രമല്ല, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളി മോടി കൂട്ടുന്നതിനെതിരായി സംസാരിച്ചതായും നമുക്ക് കാണാൻ സാധിക്കും. പള്ളി മോടി കൂട്ടുന്നതിനെതിരായി അല്ലാഹുവിന്റെ റസൂൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇപ്പൊ നിങ്ങളൊക്കെ പള്ളി നിർമ്മിക്കുമ്പോൾ നല്ല മോടിയിലല്ലേ പള്ളി ഉണ്ടാക്കുന്നത്? പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് ചിലർ വിശദീകരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ള വീടുകളും മോടി ഉണ്ടായിരുന്നില്ല. വീടുകൾ മോടി കൂട്ടുന്നതിനെതിരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. 2 നിലയുള്ള വീട് കണ്ടപ്പോൾ ആ വീടുള്ള മനുഷ്യൻ സമീപത്ത് വന്ന് സലാം പറഞ്ഞ് സംസാരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മുഖം തിരിച്ചു കളഞ്ഞിട്ടുണ്ട്. 2 നിലയുള്ള വീട് അദ്ദേഹം പണിതുയർത്തത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ നമ്മക്കൊക്കെ 2 നിലയുള്ള വീടുമില്ലേ? അവിടെയില്ലേ അതേ സംശയം? സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
വളരെ ഞെരുക്കവും ബുദ്ധിമുട്ടുമുള്ള കാലമാണ്. അക്കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പള്ളി മോടി പിടിപ്പിക്കുന്നതിനെതിരെ സംസാരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടും ബിൽഡിങ്ങുകളും മോടി പിടിപ്പിക്കുന്നതിനെതിരെയും സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തെ എല്ലാ കക്ഷികളും അവരവരുടെ വീടുകൾ നന്നായി മോടി പിടിപ്പിക്കുകയും അതൊന്നിലധികം നിലകളൊക്കെ ഉയർത്തിക്കൊണ്ടുവരികയും ബിൽഡിങ്ങുകൾ മോടി പിടിപ്പിക്കുകയും ചെയ്തിട്ട് അള്ളാന്റെ പള്ളി മാത്രം മോടിയില്ലാതെ വന്നാൽ, അള്ളാന്റെ പള്ളി മാത്രം വൃത്തിയും ഭംഗിയുമില്ലാതെ വന്നാൽ മനുഷ്യന്മാരുടെ വീടുകളൊക്കെ നല്ല മോടിയിലും ഭംഗിയിലുമാവുകയും അള്ളാഹുവിന്റെ വീട് തീരെ മോടിയും ഭംഗിയും ഇല്ലാതെയുമായാൽ അത് അള്ളാഹുവിന്റെ വീട്ടിനോടൊരു നിസ്സാരത ബുദ്ധിയില്ലാത്ത ജനങ്ങളെ മനസ്സിൽ വന്നു പോകാൻ കാരണമാകും. അതുകൊണ്ട് പള്ളിയും ഇക്കാലത്ത് അല്പം മോടിയിലും ഭംഗിയിലും തന്നെ വേണമെന്ന് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പള്ളികളും വീടുകളുമൊക്കെ മോടി പിടിപ്പിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് തന്നെ മഹാന്മാരുടെ മഖ്ബറയെ സംബന്ധിച്ചും നിങ്ങൾ ഉൾക്കൊള്ളണം. നമ്മളെ വീട് വളരെ ഗ്രാനൈറ്റ് പതിച്ച വീട്, അതുപോലെ നമ്മുടെ ബിൽഡിങ്ങുകൾ ഗ്രാനൈറ്റ് പതിച്ചത്, നമ്മളെ വീട്ടിന്റെ സുബ്ഹാനല്ലാഹ് അതിന്റെ ഓരോ വസ്തുക്കളും തൂണുകളൊക്കെ വളരെ ജോറ്. മഹാന്മാരായ സാലിഹീങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് അവരെ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന ജനങ്ങൾ കയറി ഇറങ്ങുന്ന സ്ഥലം അത് വളരെ ഖറാബായ രൂപത്തിലാകുന്നത് അതൊരു അതബല്ലല്ലോ എന്ന നിലക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ അതാ മഹാന്മാരുടെ മഖ്ബറകളുടെ സമീപത്ത് ബിൽഡിങ്ങുകൾ നിർമ്മിക്കുകയും ഖുബ്ബകൾ നിർമ്മിക്കുകയും അതുപോലെ സിയാറത്തിന് സൗകര്യം ചെയ്യുകയും ചെയ്യുന്നത് പുണ്യകർമ്മമാണെന്ന് തന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞതുദ്ധരിച്ചുകൊണ്ട് ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായിലും അതുപോലെ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിലും അതുപോലെ പല ഗ്രന്ഥങ്ങളിലും മഹാന്മാരുടെ മഖ്ബറകളുടെ സമീപത്ത് അതാ ജാറം പണിയുന്നത്, ബിൽഡിംഗ് പണിയുന്നത് അത് പുണ്യകർമ്മമാണെന്ന് വരെ രേഖപ്പെടുത്തിയത് നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? മറ്റുള്ളതെല്ലാം ഭംഗിയിലും മോടിയിലും നടക്കുകയും മുസ്ലിം ഉമ്മത്തിന്റെ ശിആറുകളും ചിഹ്നങ്ങളും ഒരു മോടിയും ഭംഗിയുമില്ലാതെ വൃത്തികെട്ടതും കാണാനൊരു കോലവുമില്ലാത്ത രൂപത്തിലുമാകുന്നത് സമൂഹത്തിലുള്ള മതിപ്പും കുറഞ്ഞു പോകാൻ കാരണമാകുമെന്നതിനാൽ പണ്ഡിതന്മാര് പലരും അത് അനുവദിക്കുകയാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല, ഒരു ചെറിയ സൂചന മാത്രം നൽകിയതാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ പള്ളിയിൽ വടി നാട്ടി വെക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വടി കുത്തനെ വെക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള പള്ളിയിലാണ്. അങ്ങനെ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിലോ ഫഇല്ലം യകുൻ മഅഹു അസൻ ഫല്യഖുത്ത ഖതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവന്റെ കൂടെ വടി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വടി അവിടെ കുത്തനെ അവിടെ കുഴിച്ചിടാൻ സാധിക്കില്ലെങ്കിൽ അവനൊരു വര വരക്കട്ടെ. അങ്ങനെ ഒരു വര വരക്കട്ടെ. പിന്നെ അവന്റെ മുന്നിലൂടെ പോകുന്നത് അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ ഒരു വര വരക്കാൻ പറഞ്ഞു. പള്ളിയിൽ വര വരക്കാനും ഇന്ന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ പള്ളിയിൽ കഴിയുന്ന കാര്യം എന്താണ്? ഒരു നിസ്കരിക്കാൻ നിൽക്കുന്ന വ്യക്തി അവന് ചുമരും അതുപോലെ തൂണും അതുപോലെ നീങ്ങാത്ത സാധനങ്ങളിലേക്ക് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ സാധിക്കില്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയെടുത്ത് അവിടെ വിരിച്ചിട്ട് ആ തുണിയിൽ ഒരു മുസല്ലയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തുണിയോ വിരിച്ചിട്ട് അതിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഇമാമിന്റെ മുന്നിലുള്ള മറ മഅ്മൂമിങ്ങൾക്ക് മറയായി പരിഗണിക്കപ്പെടും. അതുപോലെ ഓരോ സഫും പിന്നിലുള്ള സഫിന് മറയായി പരിഗണിക്കപ്പെടും. അതുകൊണ്ട് സഫുകൾക്കിടയിലും ഇമാമിന്റെ കൂടെ നിസ്കരിക്കും ഇമാമിന്റെ പിന്നിലും വേറെ മറ അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മറവെച്ച് നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടന്നു പോകാൻ പാടില്ലെന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരാളും അത്തരക്കാരുടെ മുന്നിലൂടെ നടന്നു പോകാൻ പാടില്ല. കാണാം നിങ്ങൾക്ക്, ലൗ യഅലമുൽ മാറു ബൈന യദൈൽ മുസല്ലി മാദാ അലൈഹി ലകാന അൻ യുഖ്സഫ ബിഹി ഖൈറൻ മിൻ അൻ യമുറ ബൈന യദൈ. നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ
നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടന്നു പോകുന്നതിനേക്കാൾ എത്രയോ നല്ലത് അവനെ ഭൂമിയിൽ പിടിച്ച് താഴ്ത്തിക്കളയുന്നതാണ് എന്ന് വരെ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയാൽ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നത് കാണാം. അപ്പൊ നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല. നിസ്കരിക്കുന്ന മനുഷ്യൻ മറ വെക്കാതെ അവൻ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നങ്ങ് നിസ്കാരം തുടങ്ങിയതാണെങ്കിൽ നടക്കുന്നവൻ അതാ ഉത്തരവാദിയല്ല, നിസ്കരിക്കുന്നവനാണ് ഉത്തരവാദി. ഇതുപോലെ സഹോദരന്മാരെ, മുന്നിലെ സഫിലുള്ള ഒഴിവ് നികത്താതെ ബേക്കിൽ വന്ന് നിന്നിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ മുന്നിലെ സഫിലുള്ള ഒഴിവ് നികത്താൻ വേണ്ടി അവന്റെ മുന്നിലൂടെ പോകുന്നവൻ കുറ്റക്കാരനല്ല, മുന്നിലുള്ള ഒഴിവ് നികത്താൻ വേണ്ടി പോകേണ്ടതാണെന്നാണ് നിയമം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മുന്നിലെ സഫുകൾ ഓരോന്നും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ പിന്നിലെ സഫ് തുടങ്ങാൻ തന്നെ പാടുള്ളൂ. അല്ലാതെ സഫ് കെട്ടിയാൽ ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ ഒന്നാമത്തെ സഫ് വളരെ ബഹുമാനമുള്ളതാണ്. ഇമാമിന്റെ വലതു ഭാഗം വളരെ ബഹുമാനമുള്ളതാണ്. മുട്ടുകുത്തി നിരങ്ങിയിട്ടെങ്കിലും നിങ്ങൾ പള്ളിയിലേക്ക് വന്ന് ഒന്നാം സഫിൽ സ്ഥലം പിടിക്കും, നിങ്ങൾ വലഭാഗത്ത് സ്ഥലം പിടിക്കും. അതിന്റെ ബഹുമാനം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാം സഫിന്റെ ബഹുമാനവും ഇമാമിന്റെ വലതുഭാഗത്തിന്റെ ബഹുമാനവും വളരെ വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് കൂടി ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടക്കാൻ പാടില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ചില ആളുകൾ ചില വിവരക്കേട് ചെയ്യാറുണ്ട്. അതെന്താണ്? ഞാൻ തന്നെ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് നിസ്കരിക്കാനൊക്കെ നിന്നു. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? നിസ്കരിക്കുമ്പോൾ മുസല്ല പിരിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഏതോ റൂമിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ പോയി നിസ്കരിക്കാമെന്നു മുസല്ല വെച്ചിട്ടുണ്ടാവില്ല. ഈ വീട്ടുകാരന് മനസ്സിലൊരു വിഷമം, ഉസ്താദ് നിസ്കരിക്കുമ്പോ മുസല്ല പിരിച്ചിട്ടില്ലാലോ. ഇയാള് എന്ന് പിടിച്ചു പോയി അലമാരി തുറന്ന് മുസല്ല എടുത്തുകൊണ്ട് വന്ന് ഉസ്താദിന്റെ മുന്നിൽ നിസ്കരിക്കുന്ന സമയത്ത് ഒരൊറ്റ പിരിക്കൽ. കടുത്ത ഹറാം, കടുത്ത ഹറാം. അങ്ങനെ എനിക്ക് തന്നെ വരവ് പിരിച്ചതെന്ന് എനിക്കറിയാം, അറിവില്ലാത്തത് കൊണ്ടാണ്. കടുത്ത ഹറാം. നിസ്കരിക്കുന്നവന്റെ മുന്നിൽ കൂടി നടക്കൽ ഹറാമായതുപോലെ നിസ്കരിക്കുന്നവന്റെ മുന്നിൽ കൈ നീട്ടുന്നതും കാല് നീട്ടുന്നതും ഒക്കെ ഹറാമാണ്. അപ്പൊ പിന്നെ അയാൾ നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ചോട്ടെ, അയാൾ അറിവുണ്ട് നിസ്കരിക്കാൻ. നമ്മൾ പിന്നെ നമ്മളെ വകയിലൊന്നും നന്നാക്കണം. ചില ആളുകളുണ്ട് ഭക്ഷണം കഴിക്കാനിരുന്നാല് വിളമ്പിക്കൊടുക്കുന്ന ആൾക്കാർ. അയാൾ വിളമ്പുന്നത് എന്താണ്? അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, തിന്നുന്നാക്ക് തീരെ പറ്റാത്തത്. തിന്നുന്ന മനുഷ്യന് പറ്റുന്ന അയാൾ എന്നെ വിളമ്പൂലേ? നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ ഇട്ട് വിളമ്പിക്കൊടുക്കുമ്പോ ഇവന് തിന്നാൻ പറ്റാത്ത ഇങ്ങനെ മുന്നിൽ ഇട്ട് കൊടുത്ത് പഠിച്ചോണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യാ? തിന്നാന്നല്ലാതെ തിന്നാൻ പറ്റുന്ന അപ്പുറണ്ട്. ഇതുപോലെ അത് ശ്രദ്ധിക്കണോ? ഒരു സാധനം മുന്നിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ചോദിക്കണം, ഇത് ഇടട്ടേന്ന് ചോദിക്കണം, ഇട്ട് കൊടുക്കാം. അത് ചോദിക്കാതെ ഇട്ടാലോ ഇവനും കൊണ്ട് കുടുങ്ങി. അതും മസേല തന്നെയാണ്. ഒരാളെ മുന്നിൽ ഇട്ട് കൊടുക്കുമ്പോൾ ചോദിച്ചിട്ടേ ഇടാവും. അല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും? ഇത് പക്ഷേ നഷ്ടപ്പെട്ടു പോലെ വെച്ചിട്ട് വെറുപ്പോട് കൊടുത്തുന്നേണ്ടി വരും. അപ്പൊ അയാൾ ദ്രോഹിക്കലാണ്, ചെയ്യാൻ പാടില്ല. അപ്പൊ ഇട്ടുകൊടുക്കുന്നതിന് വിരോധമില്ല. ആദരിച്ചിട്ട് അതിഥികളെ സൽക്കരിക്കുമ്പോ അതിഥികൾക്ക് ഇട്ടുകൊടുക്കും, ബഹുമാനാണത്. അതിഥികളെ ബഹുമാനിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് അവരെ മുന്നിൽ ഭക്ഷണം ഇട്ട് കൊടുക്കാന്നുണ്ട്. പക്ഷെ അത് ഇട്ടുകൊടുക്കുന്ന സമയത്ത് അവരോടൊന്ന് ചോദിക്കണം, ഇടട്ടേന്ന് ചോദിക്കണം, എന്നിട്ടേ ഇടാവും. അല്ലാതെ ഇടാൻ പാടില്ല. ഇട്ടാലോ അയാൾക്ക് തീരെ പറ്റാത്ത സാധനം ഇനി ഒഴിച്ചു കൊടുത്തു. ഉദാഹരണം പറയാ, ഒരാൾക്ക് അദ്ദേഹത്തിന് പൈൽസിന്റെ രോഗമാണ്, കോഴിന്റെ കറി തീരെ പറ്റില്ല. ഇയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഴിന്റെ കറിയായി ഒഴിച്ചു കൊടുക്കുന്ന മൂപ്പരഞ്ഞു നല്ല നാടൻ കോയ്യാ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ ഉസ്താദ് കുടുങ്ങിയില്ലേ? അപ്പൊ നമ്മൾ ചോദിക്കണം, ഇത് ഒഴിക്കട്ടെ എന്ന് ചോദിക്കണം, എന്നിട്ടേ ഒഴിച്ചു കൊടുക്കാവൂ. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ചെയ്യുന്ന കാര്യം കറക്റ്റായിരിക്കണം. അത് നിസ്കാരത്തിന്റെ മസാലയല്ലേ എന്നോട്ട് കാര്യമില്ലേ? എല്ലാ മസലയും പഠിക്കണമല്ലോ നമ്മൾ. അപ്പൊ സഹോദരന്മാരെ, നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്നവന്റെ മുന്നിലേക്ക് കൈ നീട്ടരുത്, കാല് നീട്ടരുത്, ശരീരത്തിലെ അവയവങ്ങൾ നീട്ടരുത്, കൈകൊണ്ടവന്റെ മുന്നിലേക്ക് കൊണ്ടുപോകരുത്. അതും ഹറാമിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറും നടന്നുപോകൽ മാത്രമല്ല ഹറാം. കാരണം അവൻ അല്ലാഹുവിന്റെ മുന്നിൽ ഭക്തിപൂർവ്വം നിസ്കരിക്കുമ്പോൾ നിന്റെ കൈ നീട്ടിയാൽ അവന്റെ ശ്രദ്ധ കൈയിലേക്ക് വന്നു. അതിന്റെ ഉത്തരവാദി നീയാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സല്ലാ അഹദുക്കും ഇലാ ഗൈരി സുത്രതി ഫഇന്നഹു യഖ്തഉ സലാതഹുൽ ഹിമാറു വൽ ഖിൻസീറു വൽ യഹൂദി വൽ മജൂസി വൽ മർഅതു വതുജ്സിഉ അൻഹു ഇദാ മറൂ ബൈന യദൈഹി അലാ ഖൽഫത്തിൻ ബിഹജർ. സുബ്ഹാനല്ലാഹ്.
നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ മുന്നിലൂടെ ജീവികൾ പോയാൽ, അതുപോലെ വിവരമില്ലാത്ത യഹൂദി പോയാൽ മുസ്ലിമീങ്ങൾ പോകില്ലല്ലോ. ഇസ്രായേലികളൊക്കെ ആണെങ്കിൽ ചിലപ്പോ പോയി എന്നും വരും. അതുകൊണ്ട് പറയാണ് വൽ യഹൂദിയു യഹൂദി പോയാൽ, വൽ മജൂസിയു മജൂസി പോയാൽ, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ഒരു പുരുഷന്റെ മുന്നിലൂടെ ഒരു സ്ത്രീ അങ്ങ് നടന്നുപോയാൽ, സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം ശ്രദ്ധിച്ചു പോകാൻ സാധ്യതയുള്ള ജീവികളാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ അതിലെ പോയാൽ അതൊക്കെ നിസ്കാരത്തിന് ബാധിക്കാൻ കാരണമാണ്. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ പോവുകയാണെങ്കിൽ അകലങ്ങളിലൂടെ പോകട്ടെ, മറയുടെയും മനുഷ്യന്റെയും ഇടയിലൂടെ ഒരാളും പോകാൻ പാടില്ല. ഇത്തരക്കാർ മുന്നിലൂടെ പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. നിസ്കാരം അല്ലാഹുവിന് ചെയ്യുന്ന, ഭക്തിപൂർവം ചെയ്യുന്ന ഇബാദത്താണ്. അത് വളരെ പരിഗണിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു ഹദീസിൽ പഠിപ്പിക്കുകയാണ്. അതേ നിസ്കരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സുജൂദ് ചെയ്യുന്ന സ്ഥലം മണ്ണാണ്, മണലാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് സുജൂദ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കല്ലുണ്ടാവും, ചരക്കല്ലുണ്ടാവും, മണലുണ്ടാവും, മണ്ണുണ്ടാവും. അപ്പൊ ഒന്നങ്ങട്ട് കൈകൊണ്ട് തട്ടി കല്ല് നെറ്റിക്ക് പെടാതിരിക്കാൻ കൈകൊണ്ട് അങ്ങ് നിരത്തിയാലോ? അങ്ങനെ നിരത്തേണ്ട ഒരു ആവശ്യം വന്നാൽ തന്നെ അവിടുന്ന് പറയുകയാണ്, സുജൂദ് ചെയ്യുന്ന സമയത്ത് മണ്ണ് റെഡിയാക്കുന്ന മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇൻകുന്ത ഫാഇലൻ ഫവാഹിദ, അവനങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം അവനൊന്ന് തട്ടാവുന്നതാണ്. ഒറ്റ പ്രാവശ്യം മാത്രം ഒന്ന് മണ്ണ് റെഡിയാക്കാൻ തട്ടാവുന്നതാണ്, കല്ല് തട്ടിക്കളയാവുന്നതാണ്. എന്താ കാരണം എന്ന് ഞാൻ പറയേണ്ടതില്ല. നിസ്കാരം കൈകൊണ്ട് കളിക്കേണ്ട സ്ഥലമല്ല. മൂന്നനക്കം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലുമാണ്. ഇവിടെ സഹോദരിമാരെ, സഹോദരന്മാരെ, മൂന്നനക്കത്തെ സംബന്ധിച്ച് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് ചിലപ്പോൾ മുസ്ലിയാമാരിൽ തന്നെ പലർക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ തിരുത്തേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നനക്കം ഒരേ സമയത്ത് തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പലരുടെയും ധാരണ എന്താണെന്നറിയോ? മൂന്നനക്കാനിയാ നിസ്കാരം ബാത്തിൽ. പക്ഷെ ഒരനക്കത്തിന്റെയും മറ്റേ അനക്കത്തിന്റെയും ഇടയ്ക്ക് ഒരു സുബ്ഹാനല്ലാഹിന്റെ ഖദർ ഉണ്ടായാൽ അനക്കം തുടർച്ച അല്ല എന്നാണ് പലരുടെയും ധാരണ. ആ ധാരണ തിരുത്തേണ്ടതാണ്. ഞാൻ ഒന്നുകൂടി പറയാം. അല്ലാഹു അക്ബർ, നമ്മൾ നിസ്കാരത്തിന് കൈകിട്ടി. ഇനി ഈ കൈയെടുത്ത് നമ്മൾ തലേക്കെട്ടൊന്ന് റെഡിയാക്കാൻ തോന്നി. പാടില്ല, തലേക്കെട്ട് റെഡിയാക്കേണ്ട സമയമല്ലത്. എന്നാൽ അങ്ങനെ ഇവൻ തലേക്കെട്ടിലേക്ക് കൈകൊണ്ട്, മുസ്ലിംമാരാകുമ്പോൾ തലേക്കെട്ടിലേക്കാ കൈകൊണ്ട്, അല്ലെ താടിയുമല കൈ പോവുക. അതുകൊണ്ടാണ് പറഞ്ഞത്. സാധാരണക്കാരാകുമ്പോ പലരെയും നിങ്ങൾക്ക് കാണാം, അല്ലാഹു അക്ബർ തക്ബീറിൽ കഴിഞ്ഞാൽ ആദ്യം തന്നെ ശൈത്താൻ തോന്നിപ്പിക്കും കുപ്പായം ചുഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുപ്പായത്തിന്റെ മുന്നിലും പിടിച്ചൊരു താഴ്ത്തലി, ബേക്കിലും പിടിച്ചൊരു താഴ്ത്തലി. പല ചെറുപ്പക്കാർക്കും കാണാം കുപ്പായത്തിന്റെ അപ്പുറവും പിടിച്ചൊരു താഴ്ത്തലി. സുബ്ഹാനല്ലാഹ്, മൂന്നനക്കം അനങ്ങുമ്പോൾ നിസ്കാരം ബാത്തിലാണ്. ഈ മൂന്നനക്കം പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരനക്കത്തിന്റെയും മറ്റൊരനക്കത്തിന്റെയും ഇടയ്ക്ക് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയം ഉണ്ടായാൽ അനക്കം തുടർച്ച അല്ലാതായി എന്നാണ് ധാരണ. ആ ധാരണ തിരുത്തേണ്ടതാണ്. മറിച്ച് ഒരനക്കത്തിന്റെയും മറ്റൊരനക്കത്തിന്റെയും ഇടയ്ക്ക് ഉണ്ടാകുന്ന സമയം, ആ അനക്കങ്ങൾ വേർതിരിയണമെങ്കിൽ എത്ര സമയം വേണം? ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു ഫാത്തിഹ എന്ന സമയം കഴിഞ്ഞിട്ട് അനങ്ങണം, എന്നാലേ അതിന് വെവ്വേറെ അനക്കായിട്ട് കൂട്ടുള്ളൂ, അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള അനക്കായിട്ടാണ് കൂട്ടുക. ഫതുൽ മുഅ്മിനിൽ കാണാം ഫാത്തിഹ എന്ന സമയം. അപ്പൊ ഒരനക്കം കഴിഞ്ഞിട്ട് ഒരു ഫാത്തിഹ എന്ന സമയം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അനക്കം വരികയാണെങ്കിൽ അത് തുടർച്ചയായിട്ടുള്ള അനക്കല്ല. എന്നാൽ ഫതുൽ മുഅ്മിനിൽ പറഞ്ഞു ഫാത്തിഹ എന്ന് കണക്കാക്കണ്ട, ഒരു സാധാരണ നിലക്ക് ഒരു സമയം ഒന്ന് കണക്കാക്കിയാൽ മതി. അതാണ് പ്രബലമായ അഭിപ്രായം. എന്നാലും ഫാത്തിഹയുടെ അത്ര ഇല്ലെങ്കിലും ഏകദേശം അത്രയൊക്കെ എന്നല്ലേ എന്നാലും മനസ്സിലാക്കേണ്ടത്. ഞാൻ അതിന്റെ കറക്റ്റ് ടൈം, സ്ഥലം, സമയം എത്ര എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് നോക്കിയിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷേ ഞാൻ കുട്ടിക്കാലത്ത് പാറക്കടവിൽ വയല് കേൾക്കാൻ പോകാറുണ്ടായി. അന്ന് പാറക്കടവിൽ 40 ദിവസം 60 ദിവസമൊക്കെ ബഹുമാനപ്പെട്ട മർഹൂം കണാരണ്ടി ഉസ്താദ് വയല് പറയാറുണ്ട്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് നല്ല ഫിഖഹിന്റെ മസ്അലകൾ ഇങ്ങനെ പറയുന്ന വയല്, അതുപോലെ ധാരാളം ആത്മീയ ഉപദേശം നൽകുന്ന വയല്,
വയല് കേട്ടു പോകുന്ന ആളുകളൊക്കെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് തിരിച്ചു പോകുന്ന വയല്, ആ വയല് കേൾക്കാൻ തന്നെ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് ആളുകൾ നടന്നു വരാറുണ്ടായിരുന്നു. അങ്ങനത്തെ വയലുകളൊക്കെ ഇന്ന് ഇല്ലാതെയായിപ്പോയി. അത് സമുദായത്തിന് വലിയ നഷ്ടമാണ്. അന്ന് മഹാനവറുകൾ വയലിൽ പറയുന്നത് ഞാൻ കേട്ടത് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുന്ന സമയമെങ്കിലും എന്നാണ്. അപ്പൊ ഒരു അനക്കത്തിന്റെയും മറ്റൊരനക്കത്തിന്റെയും ഇടക്ക് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുന്ന സമയമെങ്കിലും ഉണ്ടായെങ്കിലേ അനക്കം തുടർച്ചയായ അനക്കമല്ല എന്ന് പറയാൻ പറ്റൂ എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഏതായിരുന്നാലും അതിനൊരു സുബ്ഹാനല്ലാഹയുടെ ഖദർ കൊണ്ട് മാത്രം ആരും തൃപ്തിപ്പെട്ടരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. 3 അനക്കം തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിലേക്ക് കടന്നതിന് ശേഷം ശൈത്താൻ നമ്മുടെ ഖൽബിൽ തോന്നിപ്പിക്കുന്ന, നമ്മുടെ കുപ്പായം ചുളിഞ്ഞു എന്ന തോന്നൽ, താടി റെഡിയായിട്ടില്ല എന്നുള്ള തോന്നൽ, തലേക്കെട്ട് റെഡിയായിട്ടില്ല എന്നുള്ള തോന്നൽ, അതുപോലെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ചൊറിയണം എന്നുള്ള തോന്നൽ, ആ തോന്നലുകളൊക്കെ ശൈത്താനിന്റെ ഭാഗത്ത് നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കി അടക്കത്തോടെ ഒതുക്കത്തോടെ നേരത്തെ പറഞ്ഞില്ലേ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം, അതുപോലെ ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം ഒരു മരക്കഷ്ണം നിൽക്കുന്നത് പോലെ, അതേ ഒരു മരക്കഷ്ണം നിൽക്കും പോലെ ഭക്തിയോടെയുള്ള നൃത്തമാണ്. സഹോദരന്മാരെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നിസ്കാരത്തിൽ ചലനങ്ങൾ ഉണ്ടാകരുത്. ഇതുപോലെ നിസ്കാരം അല്ലാഹുവുമായുള്ള സംഭാഷണമാണ്. ആ സംഭാഷണം നടത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ കാന അഹദുകും ഫിസ് സ്വലാത്തി ഫഇന്നഹു യുനാജി റബ്ബഹു അസ്സ വജല്ല. നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ റബ്ബുമായുള്ള സംഭാഷണത്തിലാണ്. ഫലാ യബ്സുഖന്ന ബൈന യദൈഹി വലാ അൻ യമീനിഹി ബൽ അൻ യസാരിഹി ഔ തഹത ഖദമിഹിൽ യുസ്റാ. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ റബ്ബിനോട് സംഭാഷണം നടത്തുകയാണ്. ഒരു ഹദീസിൽ, ബുഖാരിയുടെ ഒരു ഹദീസിൽ, നിങ്ങളുടെയും ഖിബ്ലയുടെയും ഇടക്ക് അല്ലാഹ് ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്ക് സ്ഥലമുണ്ടെന്ന അർത്ഥത്തിലല്ല, അല്ലാഹ് ഉള്ളത് പോലെയാണെന്നാണ് അതിനർത്ഥം. അല്ലാതെ അല്ലാഹുവിന് സ്ഥലം ഇല്ലല്ലോ, അല്ലാഹു തആല പ്രത്യേകം ഒരു സ്ഥലത്ത് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹ് ആകാശത്തിൽ അർശിന്റെ മുകളിൽ ഇരിക്കുകയാണെന്ന് ഹദീസ് ഉദ്ധരിച്ചോ ആയത്തുദ്ധരിച്ചോ പറയുന്നവരോട് ചില പണ്ഡിതന്മാര് ചോദിച്ചു, ബുഖാരിയിലെ ഈ ഹദീസിൽ നിസ്കരിക്കുന്നവന്റെ മുന്നിലാണ് അല്ലാഹ് ഉള്ളത് എന്നുണ്ടല്ലോ, അതുകൊണ്ട് ചുമരിന്റെ അടുക്ക് അല്ലാഹ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ആ ഹദീസിന്റെ വ്യാഖ്യാനം അല്ലാഹു മുന്നിലുള്ളതുപോലെ നിങ്ങൾ കരുതേണ്ടതാണെന്നാണ്. അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളാരും മുന്നോട്ട് തുപ്പിപ്പോകരുത്. തുപ്പേണ്ടതായി വന്നാൽ തന്നെ മുന്നോട്ട് തുപ്പരുത്, വലത്തോട്ടും തുപ്പരുത്. അഥവാ നിങ്ങൾക്ക് തുപ്പൽ നിർബന്ധമായി വന്നാൽ ബൽ അൻ യസാരിഹി, ഇടത്ത് ഭാഗത്ത് തുപ്പട്ടെ, ഔ തഹത ഖദമിഹിൽ യുസ്റാ, അല്ലെങ്കിൽ അവന്റെ അതാ ഇടത്തെ കാലിന്റെ ചുവടത്തുപ്പട്ടെ. ഇത് പറയുമ്പോ പള്ളിയിൽ വെച്ച്, നമ്മളെ പള്ളിയിൽ വെച്ച് അങ്ങനെയും തുപ്പാൻ പറ്റൂല. പള്ളിയിൽ തുപ്പാൻ പാടില്ല, ഹറാമാണ്. അത് മണലിന്റെ പള്ളിയാണെങ്കിലും പാടില്ല. പൂഴിയും മണ്ണും കൊണ്ടുള്ള പള്ളിയാണെങ്കിലും പള്ളിയിൽ മനഃപൂർവ്വം തുപ്പാൻ പാടില്ല, അത് ഹറാമാണ്. പള്ളിയിൽ കോളാമ്പി പോലുള്ള സാധനം വെച്ചിട്ട് തുപ്പുകയാണെങ്കിൽ പോലും കയ്യിൽ എടുത്ത് പിടിച്ചിട്ടേ തുപ്പാവൂന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത്രയും ബഹുമാനിക്കണമെന്ന്. പള്ളിയിൽ തുപ്പാൻ പാടില്ല. അതേസമയത്ത് അല്ലാത്ത സ്ഥലത്താണെങ്കിൽ, മണല് അതുപോലെയുള്ള സ്ഥലത്ത് നമുക്ക് നിസ്കരിക്കുന്ന സമയത്ത് താഴോട്ട് തുപ്പാവുന്നതാണ്. അപ്പൊ നമുക്ക് തുപ്പേണ്ടി വന്നാൽ നമ്മളൊരു ചെറിയ ടവലോ അതുപോലുള്ള മറ്റെന്തെങ്കിലും തലയെക്കെട്ടിന്റെ തലയോ മേത്തട്ടത്തിന്റെ തലയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൽ ഇടത് ഭാഗത്തേക്കാക്കി മെല്ലെ അങ്ങ് ഒപ്പിയെടുത്ത് കളയാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ മുന്നോട്ട് തുപ്പരുതെന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അത് കടുത്ത അദബുകേടാണ്. എന്തിനധികം പറയണം, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇവിടെ നിന്ന് തുപ്പേണ്ടി വന്നാൽ തന്നെ കാർക്കിച്ച് നിങ്ങളിലേക്ക് അങ്ങോട്ട് തുപ്പുന്നത് വിരോധിക്കപ്പെട്ടതാണ്. മറ്റൊരു മനുഷ്യന്റെ മുന്നിലേക്ക് തുപ്പരുത്, വലത്തോട്ട് തുപ്പരുത് എന്ന് പറയാൻ കാരണം വലത് ഭാഗത്ത് മനുഷ്യരില്ലെങ്കിലും തുപ്പരുതെന്നാണ്. കാരണം വലത്ത് ഭാഗത്തുള്ള മലക്കിന് കൂടുതൽ ബഹുമാനം കൽപ്പിക്കുകയാണ്. മനുഷ്യന്റെ വലത്തും ഇടത്തും മലക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇടത്തുള്ള മലക്കിനേക്കാൾ ഒന്നുകൂടി ബഹുമാനം വലത്തുള്ള മലക്കിന് നൽകി. അഥവാ തുപ്പേണ്ടി വന്നാൽ ഇടത് ഭാഗത്ത് തുപ്പാൻ കൽപ്പിക്കപ്പെട്ടു.
വേറെ വകുപ്പില്ലാത്തത് കൊണ്ടാണ് അത് എന്നെയും അനുവദിച്ചത്. എന്നാൽ ഇടത് ഭാഗത്ത് മനുഷ്യനുണ്ടെങ്കിൽ ഇടത്തോട്ട് തുപ്പരുതെന്നാണ്. ആ തുപ്പുന്നത് വേറെ നിവൃത്തിയില്ലെങ്കിൽ അവൻ വലത്തോട്ട് തുപ്പാനേ പാടുള്ളൂ. കാരണം മുന്നിൽ കാണുന്ന മനുഷ്യനെ ആദരിക്കണം. മനുഷ്യൻ പരസ്പരം ആദരിക്കേണ്ടവരാണ്, നിസ്സാരപ്പെടുത്തേണ്ടവരല്ല. മനുഷ്യൻ പരസ്പരം ബഹുമാനിക്കേണ്ടവരാണ്, പരസ്പരം നിസ്സാരപ്പെടുത്തേണ്ടതല്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ മനുഷ്യനെ ആദരിക്കുന്ന ആശയങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് സഹോദരന്മാരെ. അപ്പൊ നിസ്കാരം ഭക്തിയോടുകൂടെ നിസ്കരിക്കണം. നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഞാൻ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട അമലാണെന്ന നിലക്ക് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ് അല്ലാഹു സർവ്വ സമ്മാനവും കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ സമ്മാനം അത് ദുനിയാവിലുമുണ്ട് ആഖിറത്തിലുമുണ്ട്. ദുനിയാവിലുള്ള സമ്മാനമാണ് കറാമത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹു വലിയ ബഹുമാനമുള്ളവനാണ്. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് കറാമത്ത് ബഹുമാനം നൽകുന്നവനുമാണ്. ആ ബഹുമാനങ്ങൾ ശരിക്ക് നിസ്കരിക്കുന്നവനാണ് ലഭിക്കുന്നത്. നിസ്കാരം ക്ലിയർ ഇല്ലെങ്കിൽ മനുഷ്യന് സമ്മാനം നഷ്ടമാണ്. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഇന്നത്തെ പ്രസംഗം നിർത്തുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഹിജ്റ 149 കൊല്ലം ഒരു ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു വലിയ ഒരു മഹാനായ പണ്ഡിതനാണ്, സൂഫി വര്യനാണ്. മഹാനവറുകൾ അങ്ങനെ പുറപ്പെട്ട് ഖാദിസിയയിലെത്തി. ആ ഖാദിസിയയിൽ ചെന്നപ്പോ മഹാനായ ശഖീഖുൽ ബൽഖി തങ്ങൾ പറഞ്ഞു, ഞാനിങ്ങനെ നോക്കി, ഫബൈനമാ അന അൻദുറു ഇലന്നാസി വസീനതിഹിം വകസറതിഹിം, ഞാനിങ്ങനെ ഹജ്ജിന് പോകുന്ന പല ജനങ്ങളും അവരിൽ നല്ല വസ്ത്രം ധരിച്ചവരുണ്ട്, നല്ല എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവരുണ്ട്. ഞാനങ്ങനെ അവരിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഞാനൊരു നല്ല മുഖം ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അദ്ദേഹം ഒരു രോമത്തിന്റെ തുണി ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം രോമത്തിന്റെ ഒരു തുണി ധരിച്ചിട്ടുണ്ട്. കാലിന് ഒരു 2 ചെരുപ്പമുണ്ട്. ഒറ്റയ്ക്കിങ്ങനെ ഒരു പുതപ്പും പൊതിച്ച് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫഖുൽതു ഫീ നഫ്സി, എന്റെ ശരീരത്തിൽ എന്റെ മനസ്സിൽ ഞാൻ അങ്ങ് വിചാരിച്ചു, ഹാദൽ ഫതാബിന സൂഫിയത്തി യുരീദു അൻ യകൂന കല്ലൻ അലന്നാസി ഫീ ത്വരീഖിഹിം, ഇയാള് സൂഫിയാക്കളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഇപ്പൊ ഹജ്ജിന് പോകുമ്പോ കയ്യിൽ 5 പൈസ ഇല്ലാതെ പുറത്തിറങ്ങിയിട്ട് മനുഷ്യന്മാർക്കൊക്കെ ഇനിയിപ്പൊ ഇയാളെ പറ്റി ഒരു ഭാരമായിരിക്കും, ഇയാളെയും കൊണ്ടൊരു വിഷമായിരിക്കും, മറ്റുള്ളവരൊക്കെ ഇയാൾക്ക് സഹായം ചെയ്യേണ്ടി വരും എന്നൊരു ധാരണ എന്റെ മനസ്സിലിങ്ങ് വന്നു. സഹോദരന്മാരെ ശ്രദ്ധിക്കണേ. ഇനി നാളെ നമുക്ക് സംസാരിക്കാറുള്ള വിഷയം വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വിജയം കൈവരിക്കുന്ന മുഅ്മിനീങ്ങൾ. ആ ആളുകൾക്ക് അല്ലാഹ് 7 വിശേഷണം സൂറത്തുൽ മുഅ്മിനൂനയിൽ പറഞ്ഞതിൽ ഒരു വിഷയം എന്താണ്? വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യമായ വിഷയങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണവർ, അനാവശ്യങ്ങളിൽ മാറി നിൽക്കുന്നവരാണവർ. മറ്റുള്ളവരെ കുറ്റം പറയാനോ, വേറെയുള്ളവരെ നിസ്സാരപ്പെടുത്താനോ, വേറെയുള്ളവരെ നിസ്സാരപ്പെടുത്തി കാണാനോ, കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മൂക്കുകൊണ്ടോ മുഖം കൊണ്ടോ കൈകൊണ്ടോ കാലുകൊണ്ടോ കുത്തിപ്പറയാനോ പരിഹസിക്കാനോ അതിനൊന്നും പോകാതെ അല്ലാഹു തആലയിൽ ലയിച്ചവരാണല്ലോ വിജയം കൈവരിച്ച മുഅ്മിനീങ്ങൾ. അത്തരം മറ്റുള്ളവരുടെ കുറ്റം പറയുകയല്ലോ, കുറ്റം ചിന്തിക്കരുതല്ലോ. ഇൻഷാ അല്ലാഹ് വിശദമായി ഞാൻ നാളെ പറയും. ഇവിടെ നിങ്ങൾ ഓർക്കുക, മഹാനായ ശശീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ മനുഷ്യനെ സംബന്ധിച്ച് മനസ്സിലെന്ന് വിചാരിച്ചു പോയി, ഇദ്ദേഹം ജനങ്ങൾക്ക് ഒരു ഭാരമാകും. ഇയാളെ കയ്യിൽ കാശൊന്നുമില്ലാതെ, വേണ്ടതുപോലെ തുണി വസ്ത്രമൊന്നും എടുക്കാതെ, ഭക്ഷണ വസ്ത്രങ്ങളൊന്നും കരുതാതെ ഇയാൾ വന്നതാണ്. ഇയാൾ മറ്റുള്ളവർക്കൊരു ഭാരമാകുമല്ലോ. ചിലപ്പോൾ സാഹചര്യം വരുമ്പോ എന്റെ കീശയിൽ പൈസ പോകുമോ എന്ന് പേടിക്കുന്ന ചില മുതലാളിമാരില്ലേ? അതുപോലെ തന്നെ പിരിവെടുക്കാൻ വേണ്ടി ആരെങ്കിലും വരുമ്പോ അതാ എത്രയാ കൊടുക്കേണ്ടി വരിക എന്ന് ബേജാറാകുന്നവരില്ലേ?
എന്തിനു മോനെ ബേജാറായിട്ട് സദക്ക കൊടുക്കണോ? അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നീ പിരിവിന് വരുന്നവന്റെ അടിമയല്ലല്ലോ. ഞാനിപ്പോ തരുന്നില്ല എന്നങ്ങ് പറഞ്ഞാ പോരെ? വെറുതെ നിന്റെ പണം അവന്റെ പൊരുത്തത്തിന് വേണ്ടി കൊടുത്ത് നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ? നീ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നുവെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നീ കൊടുക്കാതിരിക്കുക. അതല്ലേ ഈമാനുള്ള മനുഷ്യന്റെ സ്വഭാവം. ഇരിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ആവശ്യം വന്നാൽ നമുക്ക് പിന്നീട് പറയാം. ഇരിക്കട്ടെ, മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ മനുഷ്യൻ ഒന്നും കയ്യിലില്ലാതെ വന്ന് ജനങ്ങൾക്കൊരു ഭാരമാകുമല്ലോ. എന്റെ മനസ്സിൽ അങ്ങനെ അങ്ങ് തോന്നിപ്പോയി. ഞാൻ മനസ്സിലാക്കി, ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ അടുക്ക പോയിട്ട് നിങ്ങൾ എന്തിന് വെറും ഒരു രോമത്തിന്റെ തുണി കൊടുത്ത് ഒരു സാധനമില്ലാതെ ഹജ്ജിന് വേണ്ടി ഇറങ്ങാൻ നിങ്ങളോട് ആര് പറഞ്ഞു എന്നൊന്ന് ചോദിക്കണമെന്ന് മനസ്സിലാക്കി ഞാനങ്ങ് ചെന്നു. അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ മുസ്ലിംമാരായ നമ്മക്ക് ചിലപ്പോൾ ചില കിബിറുണ്ടാവും. നമ്മളൊരു വലിയ ആള്, മറ്റുള്ളവരൊക്കെ മോശക്കാര്, അവരൊക്കെ ചോദ്യം ചെയ്യണം, എല്ലാവരും ചോദ്യം ചെയ്യണം എന്നൊരു തോന്നൽ ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. ഏറ്റവും പാവപ്പെട്ടവരും ഏറ്റവും ചെറിയവരും ഞാനാണെന്ന ചിന്തയുണ്ടാകണം. അപ്പോഴാണ് മനുഷ്യന്റെ മനസ്സ് നന്നാകുന്നത്. അങ്ങനെ അങ്ങ് ചെന്നു. അടുത്തോട്ട് ചെല്ലുമ്പോ മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയാണ്, ആ ചെറുപ്പക്കാരൻ ഞാനങ്ങ് സമീപത്ത് ചെല്ലുമ്പോ എന്നെ ഒരൊറ്റ വിളിയാണ്, യാ ശഖീഖ് ഇജ്തനിബൂ കസീറൻ മിനൽ ദന്നി ഇന്ന ബഅദൽ ദന്നി ഇസ്ം. ശഖീഖേ, ജനങ്ങളെ പറ്റിയുള്ള ധാരണകൾ നീ ഒഴിവാക്കണം. ഇന്ന ബഅദൽ ദന്നി ഇസ്ം, പല ധാരണകളും തെറ്റാണ്. ശഖീഖേ, ഖുർആനിലുള്ള ഒരായത്താണ്. അത് ശഖീഖുൽ ബൽഖിയെ മാത്രം വിളിച്ചു പറഞ്ഞതല്ല, എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞ ആയത്താണ്. ഇജ്തനിബൂ കസീറൻ മിനൽ ദന്നി, ധാരണകൾ പലതും നിങ്ങൾ കൈയൊഴിക്കണം. ഇന്ന ബഅദൽ ദന്നി ഇസ്മുൻ, ധാരണ പലതും മോശമാണ്, തെറ്റാണ്. അറിയാത്തതൊന്നും പറയാൻ പോകണ്ട. ഒരാളെ പറ്റി നീ മനസ്സിലാക്കാത്ത കാര്യങ്ങളോ ഒരാൾ ഇഷ്ടപ്പെടാത്തതോ നീ ചിന്തിക്കണ്ട. ഇരിക്കട്ടെ, ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ച് വിശദമായി ഞാൻ നാളെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ പറയാം. അതും പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചു, ഇതൊരു വലിയ സംഗതി തന്നെയല്ലേ. എന്റെ മനസ്സിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊരു മോശമായ വിചാരം വിചാരിച്ചിട്ട് അത് അദ്ദേഹം അറിഞ്ഞുവല്ലോ. മുമ്പൊരിക്കലും കാണാത്ത എന്റെ പേര് അദ്ദേഹം എന്നെ വിളിച്ചല്ലോ. ഇദ്ദേഹം ഒരു സാലിഹായ അടിമ തന്നെ. അദ്ദേഹത്തെ അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ല. ലഅൽഹഖന്നഹു വലഅസ്അലന്നഹു അയ്യുഹല്ലിലനീ, എനിക്കൊന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് ഒന്ന് പൊരുത്തപ്പെടിച്ചിട്ടല്ലാതെ എന്റെ മനസ്സിന് സമാധാനമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ അങ്ങ് ഓടി. ഞാൻ ഓടിപ്പോകുമ്പോഴേക്ക് അദ്ദേഹം എന്നിൽ നിന്ന് മറിഞ്ഞുപോയി, കാണുന്നില്ല. പിന്നീട് ഞാനതാ വാഖിസയിൽ ഇറങ്ങിയപ്പോ, വാഖിസ എന്ന സ്ഥലത്ത് ഞാൻ പോയി ഇറങ്ങിയപ്പോ അവിടെ വെച്ച് അദ്ദേഹം നിസ്കരിക്കുന്നുണ്ട്. ഇദാ ബിഹി യുസല്ലി വഅഅദാഉഹു തൽതരിബു വദുമൂഉഹു തജ്രി. മുസ്ലിമീങ്ങളെ, എന്റെയും നിങ്ങളെയും നിസ്കാരമല്ല കേട്ടോ, ആ മഹാനായ ചെറുപ്പക്കാരൻ നിസ്കരിക്കുന്നു. അദ്ദേഹത്തിന് നിസ്കരിക്കുമ്പോൾ വിറയൽ കൊള്ളുന്നു. അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് അദ്ദേഹത്തിന് വിറക്കുന്നു. വദുമൂഉഹു തജ്രി, കണ്ണിലൂടെ വെള്ളമത് മുറിഞ്ഞു മുറിഞ്ഞു വീഴുന്നു. ഞാൻ സമീപത്ത് ചെന്നപ്പോ, ഞാൻ അങ്ങ് അടുത്ത് ചെന്നപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ അതാ നേരത്തെ ഖാദിസിയിൽ വെച്ച് കണ്ട് തെറ്റായ ധാരണ വെച്ചുപോയ മഹാനാണിത്. ഞാനങ്ങ് അടുത്തേക്ക് ചെല്ലുമ്പോ, ഞാൻ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി ഞാനങ്ങ് അടുത്തോട്ട് ചെന്നപ്പോ, ഞാനിങ്ങനെ നിസ്കാരം കഴിയുന്നത് വരെ കാത്തവിടെ ഇരുന്നു. നിസ്കാരം കഴിയുന്നത് വരെ കാത്തിങ്ങനെ ഇരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് അങ്ങ് ചെല്ലുമ്പോ അദ്ദേഹം ഖുർആനിൽ നിന്ന് ഓതുകയാണ് എന്നെ വിളിച്ചുകൊണ്ട്. യാ ശഖീഖ്,
യാ ശഖീഖ് ഇഖ്റ വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സാലിഹൻ സുമ്മ ഇഹ്തദാ. ശഖീഖേ, നീ ഓതിക്കോ, ഖുർആനിൽ നിന്ന് ഓതിക്കോ. വഇന്നീ ലഗഫാറുൻ ലിമൻ താബ. അല്ലാഹു പറയുന്നു, ഞാൻ പാപം ചെയ്തു പോയിട്ട് മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങുന്നവന് ധാരാളം പൊറുക്കുന്ന രാജാവാണ്. വിശ്വസിച്ചവന് പൊറുക്കുന്ന രാജാവാണ്. വഅമില സാലിഹാ, സൽക്കർമ്മം ചെയ്തവന് പൊറുക്കുന്ന രാജാവാണ്. സുമ്മ ഇഹ്തദാ, പിന്നെയും വഴികേടിലേക്ക് അവൻ നീങ്ങിയിട്ടില്ല, പിന്നെയും പിഴവിലേക്ക് നീങ്ങിയിട്ടില്ല. എന്നോട് പൊറുക്കലിനെ ചോദിച്ച് നല്ല ഈമാനോടെ തഖ്വയോടെ ഹിദായത്തോടെ നീങ്ങുന്നവർക്ക് പൊറുത്തു കൊടുക്കുന്ന രാജാവാണ് ഞാനെന്ന് അല്ലാഹു പറഞ്ഞ ആയത്ത് ഓതിക്കോ ശഖീഖേ. മനസ്സിന്റെ ഉള്ളിൽ ഖേദിച്ചു വന്നപ്പോ അത് മനസ്സിലാക്കിയിട്ട് അങ്ങോതുകയാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനമല്ലേ സഹോദരന്മാരെ? അത് സഹീഹുൽ ബുഖാരിയിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ? ഇന്നീ ലാ യഖ്ഫാ അലയ്യ സലാത്തുക്കും വലാ ഖുസൂക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്ന ചില സഹാബികള് അവരെ കൈയും കാലുമൊക്കെ അനാവശ്യമായി ചലിച്ചപ്പോൾ, അനങ്ങിയപ്പോൾ, അവരിൽ ചിലരുടെ മനസ്സിൽ നിസ്കാരമല്ലാത്ത ചില ചിന്ത വന്നപ്പോൾ മുന്നിൽ നിന്ന് നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം പറഞ്ഞില്ലേ, നിങ്ങളുടെ നിസ്കാരം, നിങ്ങളുടെ നിസ്കാരത്തിലുള്ള ചലനങ്ങളും നിങ്ങളുടെ നിസ്കാരത്തിലുള്ള ഭയഭക്തിയും നിങ്ങളുടെ മനസ്സിലുള്ള ഭയഭക്തിയും നിങ്ങളുടെ ശരീരം കൊണ്ടുള്ള ഭക്തിയുമൊക്കെ എനിക്ക് നന്നായി അറിയാം. ഇന്നീല അറാക്കും മിൻ വറാഇ, ഞാൻ മുന്നിലേക്ക് നോക്കി നിസ്കരിക്കുന്ന സമയത്ത് പിന്നിൽ നിൽക്കുന്ന നിങ്ങളെ മനസ്സിലുള്ള കാര്യം വരെ ഞാൻ കാണുന്നുണ്ട് സഹാബികളെ. അമ്പിയാക്കളെ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന കാഴ്ചയും അറിവും അതവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ സമ്മാനങ്ങളല്ലേ. ആ സമ്മാനങ്ങൾ മുഅ്ജിസത്തുകളും കറാമത്തും ലഭിക്കുന്നത് ഭക്തിയോടെ നിസ്കരിക്കുന്നവർക്കും ഈമാൻ തഖ്വയിൽ മുറിഞ്ഞവർക്കുമല്ലേ. മഹാനായ ഇമാം ശഖീഖുൽ ബൽഖി തങ്ങളോട് മനസ്സിൽ വേണ്ടാത്തത് വിചാരിച്ചപ്പോ അത് തിരുത്താനുള്ള ആയത്ത് ഓതി കൊടുത്തു. ശേഷം തൗബ ചെയ്തപ്പോ, പൊരുത്തപ്പെടിക്കാൻ വേണ്ടി വന്നപ്പോ, തൗബ ചെയ്തവന് പുറത്തു കൊടുക്കുന്ന രാജാവാണ് അല്ലാഹു എന്ന് അറിയിക്കുന്ന ആയത്ത് ഓതി കൊടുത്തു. ആരോടും ഔലിയാക്കൾക്ക് വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല. അതേ അല്ലാഹുവിന്റെ പൊരുത്തം കരുതി പ്രവർത്തിക്കുന്ന ആലിമീങ്ങൾക്കോ ഔലിയാക്കൾക്കോ സാലിഹീങ്ങൾക്കോ എത്ര ചീത്ത പറഞ്ഞവരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല. എല്ലാവരും നന്നായി കാണണമെന്ന ചിന്തയേ ഉള്ളൂ. അതുള്ളവനെ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട പണ്ഡിതനാകുന്നുള്ളൂ, സാലിഹാകുന്നുള്ളൂ. മഹാനായ ശഖീഖുൽ ബൽഖി തങ്ങൾ കണ്ട കാഴ്ച സാധാരണ നിസ്കാരമല്ല, പേടിച്ച് വിറച്ച് വിറങ്ങലിക്കുന്ന നിസ്കാരം, കണ്ണിൽ വെള്ളമിങ്ങനെ ഒഴുകുന്ന നിസ്കാരം. ആ സമയത്ത് അദ്ദേഹം നിസ്കാരം കഴിയുന്നത് വരെ കാത്തിരുന്നപ്പോ ഓതിക്കൊടുത്ത ആയത്താണത്. അതും ഓതി തന്നിട്ട് അദ്ദേഹം സ്ഥലം വിട്ടുകളഞ്ഞു. ശഖീഖുൽ ബൽഖി തങ്ങൾ പറഞ്ഞു, അദ്ദേഹം സ്ഥലം വിട്ടുകളഞ്ഞു. എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, ഇതേതോ അബ്ദാലുകളിൽപ്പെട്ട മഹാനാണ്, എന്റെ രഹസ്യം നന്നായി അറിഞ്ഞുകൊണ്ട് സംസാരിച്ചില്ലേ. ഞാൻ പിന്നീട് മിനയിലേക്ക് പോയി. മിനയിൽ ചെന്നപ്പോൾ അതേ വ്യക്തി തന്നെ ഒരു കിണറ്റിന്റെ വക്കിന് നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, കയ്യിലൊരു കോപ്പയുമുണ്ട്. അദ്ദേഹത്തിന് വെള്ളം കിട്ടണം. സുബ്ഹാനല്ലാഹ്, വെള്ളം കിട്ടാൻ വേണ്ടി കിണറ്റിന്റെ വക്കിൽ നിൽക്കുന്ന അദ്ദേഹം ഞാൻ കാണുകയാണ്. കയ്യിൽ നിന്ന് ആ പാത്രം കിണറ്റിലേക്ക് അങ്ങിട്ടു. ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ണൊന്ന് മേൽപോട്ടുയർത്തി. ഖിബിലയുടെ അതേ ദുആ ചെയ്യുന്നവന്റെ ഖിബിലയാണല്ലോ മേൽപോട്ട്, അതുകൊണ്ടല്ലേ കൈ ഉയർത്താൻ പറഞ്ഞത്. എന്നാൽ ചിലപ്പോൾ ചില ആളുകൾ, മഹാന്മാര് തന്നെ കണ്ണുയർത്തിയെന്നും വരാമെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ. കണ്ണൊന്ന് മേൽപോട്ടുയർത്തി
അദ്ദേഹം അവിടെ വെച്ച് പറയുന്നത് ഞാൻ കേട്ടു, അന്ത റബ്ബീ ഇദാ ലമത്തു മിനൽ മാ വഖുവതി വഖൂതി ഇദാ അറദ്തു ത്വഅമാ. അല്ലാഹുവേ, നീ എന്റെ റബ്ബാണ്. ഞാൻ വെള്ളം ഉദ്ദേശിച്ചാൽ എന്റെ റബ്ബ് നീ തന്നെ, ഞാൻ ഭക്ഷണം ഉദ്ദേശിച്ചാൽ എന്റെ ഭക്ഷണം തരുന്നവനും നീ തന്നെ. അല്ലാഹുമ്മ അൻത തഅലമു യാ ഇലാഹി വസയ്യിദി മാലി സിവാഹാ. അല്ലാഹുവേ, നിനക്കറിയാമല്ലോ എന്റെ ഇലാഹും യജമാനുമായ റബ്ബേ, എനിക്ക് മറ്റൊന്നുമില്ലല്ലോ. ഫലാദിംനി ഇയാഹാ, എനിക്കത് നീ ഇല്ലാതെയാക്കല്ല അല്ലാഹ്. ഈ ഒരു ദുആയും നടത്തി അവിടെ നിൽക്കുകയാണ്. ശഖീഖുൽ ബൽഖി തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചെന്നു. സുബ്ഹാനല്ലാഹ്, ഫവല്ലാഹി ലഖദ് റഅയ്തുൽ ബിഹ്റ വഖദ് ഇർതഫഅ മാഉഹു. ഞാൻ അങ്ങ് നോക്കുമ്പോ കിണറ്റിലുള്ള വെള്ളം അതാ പൊങ്ങി 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 വരുന്നു. അതേ കൈ അങ്ങോട്ട് നീട്ടി കിണറ്റിൽ നിന്ന് ആ പാത്രത്തിൽ വെള്ളം ഇങ്ങോട്ട് എടുത്തു, നിറയെ വെള്ളം. അതെടുത്ത് അദ്ദേഹം വധുവെടുത്തു. ഒരു 4 റക്അത്ത് റബ്ബിന്റെ മുമ്പിൽ ഭക്തിപൂർവ്വം ഇങ്ങ് നിസ്കരിച്ചു. ആ നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പുറത്ത് കുറെ മണലുകളുണ്ട്. ആ മണൽ കുന്നിന്റെ സമീപത്തേക്ക് അങ്ങ് നീങ്ങി. അവിടെ നീങ്ങിയിട്ട് കൈകൊണ്ട് എന്താ ചെയ്യുന്നത്? കുറച്ച് മണലുകൾ കൈകൊണ്ട് ഇങ്ങ് വാരി, എന്നിട്ട് ഈ പാത്രത്തിൽ വെള്ളമുള്ള പാത്രത്തിൽ അങ്ങിട്ടു. എന്നിട്ട് നന്നായി അങ്ങ് കലക്കി, നന്നായി അങ്ങ് കുലുക്കി കളഞ്ഞു. അദ്ദേഹം അതങ്ങനെ കുടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വെള്ളത്തിൽ വെറും മണല് കലക്കി കുടിക്കുകയാണ്. ഞാൻ സമീപത്തേക്ക് അങ്ങ് ചെന്നു. ഞാൻ സലാം ചൊല്ലി. എന്റെ സലാം മടക്കി. എന്നിട്ട് എന്നോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അല്ലാഹു തന്ന ഔദാര്യത്തിൽ നിന്ന് എനിക്കും നിങ്ങൾ അല്പം ഭക്ഷണം തരുമോ? സുബ്ഹാനല്ലാഹ്, നേരത്തെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ലാതെ ഹജ്ജിനിറങ്ങിയിട്ട് ഇയാൾ മറ്റുള്ളവർക്കൊരു ഭാരമാകുമോ എന്ന് ചിന്തിച്ചിരുന്ന ശഖീഖുൽ ബൽഖി തങ്ങള് ഈ മഹാനോട് ഭക്ഷണം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അല്ലാഹു തന്ന ഔദാര്യത്തിൽ നിന്ന് ഒരൽപ്പം എനിക്കും ഭക്ഷണം തരുമോ? ബറക്കത്തുള്ള ഭക്ഷണം എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാനതങ്ങ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, യാ ശഖീഖേ ലം തസൽ നിഅമത്തുല്ലാഹി അലൈനാ ളാഹിറതൻ വബാതിന. പടച്ചവന്റെ അനുഗ്രഹം ബാഹ്യമായും ആന്തരികമായും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശഖീഖേ ഫഅഹ്സിൻ വന്നക ബിറബ്ബിക. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ ശഖീഖേ, നിന്റെ റബ്ബിനെ സംബന്ധിച്ച്, അല്ലാഹുവിനെ പറ്റി നീ നല്ലത് മാത്രം വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ പാത്രം എന്റെ കയ്യിലേക്ക് ഇങ്ങ് തന്നു. ഞാൻ അതിൽ നിന്ന് ബഹുമാനപ്പെട്ടവര് കുടിച്ചതുപോലെ ഞാനും അങ്ങ് കുടിച്ചു നോക്കുമ്പോ എന്തൊരു മധുരമാണ്, എന്തൊരു തരിയാണ്, ക്ലാസ് തരിപ്പായസമാണ്. ഞാനതങ്ങ് കുടിച്ചു. കുടിച്ചപ്പോൾ ഫവല്ലാഹി മാ ശരിബതു ഖത്തു അലദ്ദ മിൻഹു വലാ അത്യബ മിൻഹു റീഹാ. അതിനേക്കാൾ സുഗന്ധമുള്ളതോ അതിനേക്കാൾ ലദ്ദത്തുള്ളതോ രുചിയുള്ളതോ എന്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല. നന്നായി കുടിച്ചു. ഞാൻ അവിടെ തന്നെ അങ്ങ് താമസിച്ചു കുറെ ദിവസത്തേക്ക്. പിന്നെ എനിക്ക് പാനീയം വേണ്ട, ഭക്ഷണം വേണ്ട. പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് മക്കയിൽ കടന്നതിന് ശേഷമാണ്. സുബ്ഹാനല്ലാഹ്, അവിടെയും ബഹുമാനപ്പെട്ടവര് രാത്രി സമയത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് രാത്രി പകുതിയായ സമയത്ത് നീണ്ട സമയം വളരെ ഭക്തിയോടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കരച്ചിൽ വരുന്ന നിലക്ക് അതാ വളരെ ഭക്തിയോടെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കണ്ടു. സുബ്ഹാനല്ലാഹ്, നേരം വെളുത്തു. മഹാനവറുകൾ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നിങ്ങനെ തസ്ബീഹ് ചൊല്ലുകയാണ്. നിസ്കാരം കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം അതാ തവാഫ് ചെയ്യുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഞാൻ നോക്കി. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ വന്ന് സമീപിക്കുന്നുണ്ട്. പലരും വന്ന് പല സംഗതികളും പറയുന്നുണ്ട്. ഞാൻ നേരത്തെ കണ്ടതുപോലെയല്ല. ആളുകൾക്കൊക്കെ മൂപ്പരിങ്ങോട്ട് വേണമെന്ന നിലവാരമാണ്. മൂപ്പരാരിലേക്കും അങ്ങോട്ട് ആശ്രയിക്കുന്നില്ല. എല്ലാവരും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് കാര്യം പറയുകയാണ്. അങ്ങനെ
ഇങ്ങനെ ജനങ്ങളൊക്കെ വന്ന് കാര്യം പറയുന്നതൊക്കെ കണ്ടപ്പോ ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചു, ഇതാരാണ്? വ്യക്തിയെ മനസ്സിലായില്ലല്ലോ. അപ്പോഴാണ് എനിക്ക് മറുപടി കിട്ടുന്നത്, അതാ മൂസ ബിൻ ജഅഫർ ബിൻ മുഹമ്മദ് ബിൻ അലി ബിൻ ഹുസൈൻ ബിൻ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇത് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അലി ബിൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, മൂസൽ കാദിം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന തങ്ങൾ കുട്ടിയാണ്. അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള വ്യക്തിയാണ്. ഞാനിത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഓ സഹോദരന്മാരെ, എത്ര വലിയ മഹാനാണെങ്കിലും എത്ര ബഹുമാനമുള്ള കുടുംബത്തിലാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ സന്താന പരമ്പരയിൽ തന്നെ പെട്ടവരാണെങ്കിലും നിസ്കാര സമയത്ത് അവരുടെ ഭക്തി എത്രയാണ്, നിസ്കാര സമയത്ത് അവരുടെ രീതി എത്രയാണ്, അതിനനുസരിച്ച് തന്നെ അല്ലാഹു ജല്ല ജലാലുഹു അവർക്ക് ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് കറാമത്തുകളും കൊടുത്തത് ധാരാളമായി നമ്മൾ കാണുന്നു. അതുകൊണ്ട് നല്ല ഭക്തിയോടുകൂടെ ആയിരിക്കണം നമ്മുടെ നിസ്കാരമെന്ന് ആവർത്തിച്ച് നിങ്ങളോട് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. എന്റെ ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസുകൾ മുഴുവനും നീ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന മജ്ലിസുകളാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ നിസ്കാരങ്ങളും എല്ലാ അമലുകളും നീ പൊരുത്തപ്പെട്ടതും നീ സ്വീകരിക്കുന്നതുമാക്കണം റഹ്മാനേ. മഹാന്മാരായ ആളുകൾ, അവരിൽ പല ദർജക്കാരുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് ഒരു വിഷയവും അറിയാത്തവരുണ്ട്. നമുക്കൊന്നും അത് കഴിയുന്ന വിഷയമല്ല. സുബ്ഹാനല്ലാഹ്, അംർ ഇബ്നു ദർറൂദ് എന്നൊരു പണ്ഡിതൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, വലിയ ഇബാദത്തിൽ മുഴുകിയ ആളാണ്. കൈക്കൊരു രോഗം ഇങ്ങ് വന്നു, കൈക്ക് രോഗം വന്നു, കൈ മുറിക്കേണ്ട നിലക്ക് പഴുത്ത് പുഴുക്കൾ വരെ തുടങ്ങിപ്പോയി. വലിയ മഹാന്മാർക്കും ചിലപ്പോ പല പരീക്ഷണങ്ങളും ഉണ്ടാവും. ഡോക്ടർമാര് പറഞ്ഞു മുറിക്കലേ നിവൃത്തിയുള്ളൂ, വൈദ്യന്മാര് പറഞ്ഞു മുറിക്കലേ നിവൃത്തിയുള്ളൂ. ഇന്നത്തതുപോലെ ബോധം കെടുത്തി ഓപ്പറേഷൻ ചെയ്യുന്ന കാലമല്ലല്ലോ. വൈദ്യന്മാര് പറഞ്ഞു നിങ്ങളെ കയ്യും കാലും ഒക്കെ പിടിച്ച് കെട്ടിയിട്ടതിന് ശേഷം ഞങ്ങൾ ആ കൈ മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ പഴുപ്പ് ശരീരത്തിലേക്ക് മുഴുവൻ കയറും. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു വേണ്ടല്ല, എന്റെ കയ്യും കാലും പിടിച്ചു കെട്ടേണ്ടതില്ല. ഞാൻ എന്റെ റബ്ബുമായി സംഭാഷണം നടത്തുന്ന നിസ്കാരം, ആ നിസ്കാരത്തിൽ ഞാനങ്ങ് തുടങ്ങിയാൽ നിങ്ങൾ എന്റെ കൈ മുറിച്ചു മാറ്റിക്കോളൂ, ഞാൻ അറിയുകയില്ല, ബോധം കെടുത്തേണ്ടതില്ല, ഇതിനെ പിടിച്ചു കെട്ടേണ്ടതില്ല. ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എന്റെ കൈ നിങ്ങൾ മുറിച്ചോളൂ, ഞാൻ അറിയുകയില്ല. മഹാനായ അംർ ഇബ്നു ദർറൂദ് റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഫലമ്മാ ദഖല ഫി സ്വലാത്തി ഖതഅത് യദുഹു വലം യശ്ഉർ ബിദാലിക. നിസ്കാരത്തിൽ കടന്നപ്പോ അദ്ദേഹത്തിന്റെ കൈ പഴുത്ത് വേദനിക്കുന്ന കൈ അതാ വൈദ്യന്മാര് വന്ന് ശരിക്കും മുറിച്ചങ്ങെടുത്തു. നിസ്കാരം കഴിയുന്നത് വരെ അംർ ഇബ്നു ദർറൂദ് റളിയല്ലാഹു അൻഹു കൈ മുറിച്ച വിവരം അറിഞ്ഞില്ല. അല്ലാഹുവിൽ ഖൽബ് ശരിക്കങ്ങ് ലയിച്ചപ്പോ അതാ കൈ മുറിഞ്ഞതറിഞ്ഞില്ല. അത് തന്നെയല്ലേ സഹോദരന്മാരെ ഖുർആൻ നമുക്ക് ചൂണ്ടിക്കാണിച്ചതും. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗിയിൽ ആകൃഷ്ടരായപ്പോ ആ ആകൃഷ്ടരായ സ്ത്രീകൾ അവരാപ്പിൾ മുറിക്കുന്ന സമയത്ത് കൈ മുറിച്ചപ്പോൾ വിവരമറിഞ്ഞില്ല. ആപ്പിളിന്റെ കൂടെ കൈയും കൂടി മുറിച്ചുപോയി. ആ ഭംഗിയിൽ ലയിച്ചു പോയതാണ്. അല്ലാഹുവിനെ കാണുന്ന നിലക്ക് അല്ലാഹുവിനെ പ്രിയം വെച്ച്
അവരോട് നടത്തുന്ന സംഭാഷണത്തിൽ ശരിക്കും അതാ അറിഞ്ഞു മുറിഞ്ഞു പോയപ്പോൾ വിവരമറിഞ്ഞില്ല. അത്തരക്കാരും അല്ലാഹുവിന്റെ ആരിഫീകളിൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്രയൊന്നും നമ്മളെ കൊണ്ട് ഹൃദയക്കും സാധ്യമല്ലെങ്കിലും അവരെ ബഹുമാനിച്ചാദരിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കണം. റബ്ബേ, എന്റെ നിസ്കാരം, നീയുമായുള്ള സംഭാഷണം, അതിൽ നീ ഖുശൂഇനെ തരണം റഹ്മാനെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ഖുശൂ ഉണ്ടാകാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച നേരത്തെ ഞാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നിസ്കരിക്കുകയും. ഇതിന്റെ കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇമാം ഗസാലി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ചില ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ ഒന്നുകൂടി കേട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് എന്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, ഞങ്ങളെ മജ്ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഖുശൂഅോടുകൂടെ നിസ്കരിക്കാൻ നീ ഭാഗ്യം തരണം റഹ്മാനെ.